നമസ്കാരം. നമ്മളോടൊപ്പം ഇപ്പോൾ മുഖവുരകളൊന്നും ആവശ്യമില്ലാത്ത ഒരു അതിഥി ശ്രീമതി സരിത എസ് നായർ. നമസ്കാരം സരിത. നമസ്കാരം. ഇപ്പോൾ സോളാർ കമ്മീഷന് മുമ്പാകെ മൊഴി കൊടുക്കുന്നതിൻ്റെ 2 ഘട്ടം കഴിഞ്ഞിരിക്കുന്നു. മൊഴി കൊടുക്കൽ തുടരും. ഇതുവരെയുള്ള മൊഴി കൊടുക്കൽ എങ്ങനെയുണ്ടായിരുന്നു? യഥാർത്ഥത്തിൽ നമ്മൾ സത്യം തുറന്നു പറയുമ്പോഴുള്ള ഒരു റിലീഫുണ്ട്, അതില്ലെന്ന് ഞാൻ പറയുന്നില്ല. എന്നാലും ആ റിലാക്സ്ഡ് പോയിന്റിലാണെങ്കിലും പ്രഷേഴ്സ് എന്ന് പറയുന്നത് അതിൻ്റെ എക്സ്ട്രീം പൊസിഷനിലാണെന്ന് വേണമെങ്കിൽ പറയാം. കാര്യം നമ്മൾ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അതൊരിക്കലും മറ്റുള്ളവർ പറയുന്നത് പോലെ പാഴായി പോകാത്ത ഒരു സത്യമാകണം എന്നുള്ളൊരു നിർബന്ധം എനിക്ക് ഇപ്രാവശ്യമുണ്ട്. പ്രഷേഴ്സ് എന്ന് പറയുമ്പോൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നേരത്തെ ഒന്നും പറയാതിരുന്ന കുറച്ച് കാര്യങ്ങൾ, 2.5 കൊല്ലമായി പറയാതിരുന്ന കാര്യങ്ങൾ ഇപ്പോൾ 2 ദിവസം കൊണ്ട് പറയുന്നു എന്നാണ്. അങ്ങനെയൊക്കെ ആളുകൾ പറയുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ മുകളിലുണ്ടാകുന്ന പ്രഷറാണോ, അതല്ല ചില വ്യക്തികൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഏജൻസികൾ നേരിട്ട് സമ്മർദ്ദം ചെലുത്തുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഇങ്ങനെ 2 തരത്തിലുള്ള, ഒന്ന് എൻ്റെ മാനസികമായ പ്രശ്നം, അത് നമ്മളുടെ ക്വയറ്റ് പേഴ്സണലായിട്ടുള്ള ഒരു ഇതാണെന്ന് പറയാൻ പറ്റും. മറ്റത് വരുന്നത് പുറത്തുനിന്നുള്ള എക്സ്റ്റേണൽ പ്രഷേഴ്സിൻ്റെ കൂട്ടത്തിലാണ്. അതായത് ഏതെങ്കിലും വ്യക്തികളോ അല്ലെങ്കിൽ പ്രസ്ഥാനങ്ങളുടെ റെപ്രസെൻറ്റേറ്റീവ്സ് ആയിട്ട് വരുന്നവരോ, എന്നെ ഇപ്പം നേരിട്ട് ഞാൻ വിളിച്ചാൽ ഞാൻ ഫോൺ അറ്റൻഡ് ചെയ്യാറില്ല. എന്നാലും എൻ്റെ കൂടെയുള്ള എൻ്റെ സറൗണ്ടിങ്സിലുള്ളവരുമായിട്ട് ബന്ധപ്പെടുമ്പോൾ അവർക്ക് കൊടുക്കുന്ന പ്രഷേഴ്സിൻ്റെ ഒരു പെർസെൻറ്റേജ് എനിക്കും കിട്ടുന്നുണ്ട്. എത്ര നമ്മൾ ശ്രദ്ധിക്കേണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ ഈ പ്രാവശ്യം ഞാൻ അതിലൊന്നും സ്ലിപ്പാകാൻ താല്പര്യപ്പെടാതെ എൻ്റെ പഴയ നിലപാടുകളിൽ നിന്ന് വ്യത്യസ്തമായി സത്യം പറയണം എന്നുള്ള ഒറ്റ ഉറച്ച തീരുമാനത്തോടെയാണ് ഇപ്പോൾ മുമ്പോട്ട് പോകുന്നത്. അല്ല, ഈ സമ്മർദ്ദം എങ്ങനെയാണെന്ന് പറഞ്ഞില്ല. കൂടെ നിൽക്കുന്നവർ എന്ന് പറഞ്ഞാൽ അമ്മ, അതുപോലുള്ള അമ്മയുടെ പ്രഷേഴ്സ്, അവരുടെ അടുത്ത് എന്തെങ്കിലും തരത്തിലുള്ള പ്രഷർ നേരിട്ടെത്തിയോ? അതിപ്പോ വെളിപ്പെടുത്താൻ കഴിയുമോ? പ്രഷേഴ്സ് നേരിട്ട് എത്തിയോ എന്ന് ചോദിച്ചാൽ ചില കക്ഷികളുടെ ആൾക്കാരൊക്കെ നേരിട്ട് ചെന്ന് കാണുകയും റെപ്രസെൻറ്റേറ്റീവ്സ് ആണെന്ന് പരിചയപ്പെടുത്തുന്നതാണ്. എൻ്റെ അമ്മയ്ക്ക് രാഷ്ട്രീയക്കാരെ വ്യക്തമായിട്ട് അറിയില്ല. 1-2 വ്യക്തികളെയൊക്കെ ഫോണിലും അല്ലാതെ ഇപ്പം മുഖ്യമന്ത്രിയെ പോലുള്ളവരെ ടി വിയിൽ കണ്ടുള്ള പരിചയമുണ്ടെങ്കിലും അമ്മയ്ക്ക് ഈ കേസിൻ്റെ ഒരു ഘട്ടത്തിൽ നേരിട്ട് സംസാരിച്ച പരിചയമെങ്കിലുമുണ്ട്. ബെന്നി ബെഹനാൻ, പിന്നെ ഈ പറയുന്ന തമ്പാനൂർ രവി സാർ, ഇവരുമായിട്ടൊക്കെ ഒരു നേരിട്ടുള്ള ഒരു ടെലിഫോൺ ബന്ധം എൻ്റെ അമ്മയ്ക്കുണ്ടെന്ന് പറയാം. മറ്റു തരത്തിൽ പുതിയ ആൾക്കാർ വന്ന് ഞാൻ കോൺഗ്രസിൻ്റെ ഇന്ന ആളാണ്, ഇത് പറയുന്നത് നിർത്തിക്കൂടെ എന്നൊക്കെ ചിലപ്പോൾ സ്നേഹത്തിൻ്റെ ഭാഷയിലായിരിക്കും സംസാരിക്കുന്നത്. പക്ഷേ സ്നേഹത്തിൻ്റെ ടോക്കിലൂടെ ഇത് മകൾ ഇനി അനുഭവിക്കാൻ പോകുന്നത് ഇങ്ങനെയായിരിക്കാം അങ്ങനെയായിരിക്കാം എന്നൊക്കെ പറയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ടൊരു ഇമോഷണൽ പ്രഷർ അത് നമുക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ വീട്ടിലോട്ട് പോവാതെ കമ്മീഷനിലുള്ള സമയം അത്രയും 4 പേരെ ഫ്ലാറ്റിൽ കഴിഞ്ഞുകൂടിയതെന്ന് പറയാം. ഒരു കോണ്ടാക്ട്സും ഇല്ല. ജസ്റ്റ് രാത്രിയിലോ അല്ലെങ്കിൽ രാവിലെ എപ്പോഴെങ്കിലും മാത്രമാണ് ഞാൻ കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരുന്നത്. നമുക്ക് മറ്റേ കാര്യത്തിലേക്ക് വരാം. ഈ കേസ് ഇത്തരത്തിൽ ആരംഭിച്ചിട്ട് 2.5 കൊല്ലത്തോളമായി. അതെ. ഇതുവരെ എടുക്കാത്ത ഒരു നിലപാട് ഏതാണ്ട് 2-3 ദിവസങ്ങൾക്ക് മുമ്പ് സരിത നാടകീയമായി എന്ന് ഞങ്ങൾ മാധ്യമപ്രവർത്തകർ പറയും, അങ്ങനെ കൈക്കൊണ്ടു. മുഖ്യമന്ത്രി തന്നെ നേരിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞത്, 1 ആഴ്ച മുമ്പ് വരെ ഞാൻ പിതൃതുല്യനായിരുന്നു, ഇപ്പോൾ ഒരു നിലയ്ക്കും കൊള്ളരുതാത്തവനായി. ആ മാറ്റം അത് വിശദീകരിക്കാൻ അതിന്റെ കഥാപാത്രം എന്ന നിലയ്ക്ക് സരിതയ്ക്ക് ബാധ്യതയില്ലേ? തീർച്ചയായിട്ടും എനിക്ക് അതിന് ധാർമ്മിക ഉത്തരവാദിത്വം തന്നെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാര്യം ഇതിനു മുമ്പ് ഞാൻ അദ്ദേഹത്തെ പിതൃതുല്യൻ എന്ന് ഒരു മാസം മുമ്പ് ഞാൻ വിശേഷിപ്പിച്ചൊരു വ്യക്തിയാണ്. ഏകദേശം 1 മാസം മുമ്പ്. അതിന് ഉണ്ടായ സാഹചര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കാര്യം ബിജു രാധാകൃഷ്ണൻ സോളാർ കമ്മീഷനിൽ ഡിപ്പോസ് ചെയ്തു കൊണ്ടിരിക്കുന്ന സമയത്ത് 2 തരത്തിലുള്ള ആരോപണം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കെതിരെ ഉന്നയിക്കുകയുണ്ടായി. അതിലൊന്ന് സാമ്പത്തിക ആരോപണം, രണ്ടാമത്തേത് നമ്മളുടെ ഈ സ്വഭാവഹത്യയുമായി ബന്ധപ്പെട്ട ആരോപണം. അതിന് ഞാൻ നൽകിയ പീപ്പിളിന് ഞാൻ മറുപടി നൽകിയതാണ്. അന്ന് ഞാൻ വളരെ അബ്സ്ട്രാക്റ്റ് ആയിട്ട് കൊടുത്ത റെസ്പോൺസ് എന്ന് പറയുന്നത്, സാമ്പത്തിക ആരോപണങ്ങളെ പറ്റി ബിജു രാധാകൃഷ്ണൻ ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് ഞാനിപ്പോൾ റെസ്പോണ്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അത് ഞാൻ റെസ്പോണ്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഇടം കമ്മീഷനാണ് എന്ന് അന്നേ ഞാൻ പറഞ്ഞിരുന്നു. അത് 1 മാസം മുമ്പത്തെയാണെന്ന് പ്രത്യേകം രണ്ടാമത്തെ വശം ഞാൻ സ്ട്രോങ് ആയിട്ട് നിഷേധിച്ചു. കാര്യം അത് ആ രണ്ടാമത്തെ പരാമർശമാണ്. രണ്ടാമത്തെ സ്വഭാവഹത്യ സരിതയുമായി ചേർത്ത് പറഞ്ഞ വിവാദ CD. അതെ, തീർച്ചയായിട്ടും ഒരു പരാമർശം തന്നെയാണ്. അതെ, കാരണം ഞാൻ പറയാം, ഈ 2.5 വർഷത്തോളം അദ്ദേഹം, അതായത് ഈ പറയുന്ന ശ്രീ ഉമ്മൻചാണ്ടി അത് നിഷേധിക്കുന്നുണ്ടെങ്കിൽ പോലും എനിക്ക് 2.5 വർഷത്തിലേറെ കാലമായിട്ട് അടുത്തറിയാവുന്ന വ്യക്തിയാണ്
ശ്രീ ഉമ്മൻചാണ്ടി. അപ്പം ആ ഒരു കാലഘട്ടത്തിനിടയ്ക്കും എനിക്ക് മോശമായ ഒരു പ്രതികരണം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ പിതൃതുല്യനാണ്, ഞാൻ അങ്ങനെ തന്നെയാണ് കണ്ടിരുന്നതും, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. ആ ട്രസ്റ്റ് ഇപ്പോഴുമില്ല. ഞാൻ ഇന്നും പറയുന്നു ആ കാര്യത്തിൽ, ആ ആരോപണത്തിൽ പെരുമാറുന്ന ഒരു ഘട്ടവും ഉണ്ടായിട്ടില്ല. സംസ്കാരത്തിന് നിരക്കാത്ത വാക്കുകൾ യൂസ് ചെയ്തിട്ടില്ല. അപ്പം അങ്ങനെയുള്ള ഒരാളെ എനിക്ക് പിതൃതുല്യൻ, പ്രത്യേകിച്ചും ഏജിന്റെ കാര്യം കൂടെ വരുമ്പോൾ പിതൃതുല്യൻ എന്നുള്ള സ്ഥാനം ഞാൻ അതിൽ നിന്ന് പിൻവലിഞ്ഞ് പുറകോട്ട് പോകാൻ ഇപ്പോഴും തയ്യാറല്ല. അത് ഞാൻ മുഖവിലേക്ക് എടുക്കുന്നു. അതിന്റെ ആദ്യത്തെ ഭാഗം സാമ്പത്തിക ആരോപണം, അതുപോലുള്ള അഴിമതികൾ, സാമ്പത്തികവും അധികാര ദുർവിനിയോഗവും ഒക്കെ അഴിമതിയിൽ വരും. അത്തരത്തിലുള്ള ആരോപണങ്ങളെ കുറിച്ചാണ് ഇപ്പോൾ സോളാർ കമ്മീഷന്റെ മുമ്പാകെ ഞാൻ ഡിപ്പോസ് ചെയ്തത് ആ ഡിപ്പോസിഷൻ ചിലപ്പം അദ്ദേഹത്തെ ഹർട്ട് ചെയ്യിച്ചിട്ടുണ്ടാകാം. അതിപ്പോൾ എൻ്റെ കുറ്റമല്ല. കാര്യം നമ്മൾ ചില വാസ്തവങ്ങൾ, അപ്രിയ സത്യങ്ങൾ എപ്പോഴും വേദന തരുന്നത് തന്നെയാണ്. എനിക്ക് എതിരെ നിൽക്കുന്ന കേസുകളെല്ലാം തന്നെ സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ സാമ്പത്തിക ക്രമക്കേടിൻ്റെ കേസുകൾ തീർക്കണമെങ്കിൽ സമ്പത്ത് തന്നെ തിരിച്ചു കൊടുക്കണം. അവരിൽ നിന്ന് വാങ്ങിയ പണം തിരിച്ചു കൊടുത്താലേ ആ പ്രോബ്ലം, അതവിടെ, ആ ഡിസ്പ്യൂട്ട് അവിടെ നിലനിൽക്കാതെ വരികയുള്ളൂ. അപ്പം എൻ്റെ പണം എന്ന് പറയുന്നില്ല, നമ്മൾ കമ്പനിക്ക് വേണ്ടി, കമ്പനിയുടെ പേരിൽ കസ്റ്റമേഴ്സിൽ നിന്ന് പിരിച്ചെടുത്ത് നൽകിയ പണം എന്നേ പറയാൻ പറ്റുള്ളൂ. കാര്യം സരിത എസ് നായരുടെ സാമ്പത്തികം അല്ലെങ്കിൽ എൻ്റെ പാരമ്പര്യ സ്വത്ത് എന്ന് പറയുന്നത് എന്താണെന്ന് എന്നേക്കാൾ നന്നായിട്ടിപ്പം നിങ്ങൾ മാധ്യമങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം അവിടെ ശരിക്കും പറഞ്ഞാൽ സീറോ എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരിടത്തു നിന്ന് എനിക്കൊന്നും കൾട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. രണ്ടാമത് എൻ്റെ അറിവിൽ, എൻ്റെ നേരിട്ടുള്ള അറിവിൽ ബിജു രാധാകൃഷ്ണൻ്റെ സ്വകാര്യ സ്വത്തുക്കളൊന്നും തന്നെയല്ല ഈ പറഞ്ഞ പണമിടപാടിൽ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്ത ബിസിനസ് എന്ന് പറയുന്നത് നമ്മുടെ കസ്റ്റമേഴ്സിൽ നിന്ന് വാങ്ങിയ പണം ഉപയോഗിച്ചാണ്. ആ പണത്തിൻ്റെ ഒരു പങ്കാണ് നമ്മളവിടെ കൊടുത്തതും അത് ബ്ലോക്കായതും. അപ്പോൾ ഭാഗികമായി ആ പണത്തിനും കൂടെ ഉത്തരവാദിത്തം പറഞ്ഞാണ് ഞാൻ ഈ കേസുകൾ മൊത്തം ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കേസുകൾ ഫേസ് ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് ആ കേസുകൾ തീർക്കാൻ വേണ്ടിയിട്ടെങ്കിലും ഈ പണം തിരികെ തരണ്ടേ. നമ്മളൊരു കഷ്ടസ്ഥിതിയിലാവും. നമ്മൾ അവരെ പല വളരെ നിർണായക ഘട്ടങ്ങളിലും ഞാൻ ശരിക്കും പറഞ്ഞാൽ നിലപാടുകൾ കോൺഗ്രസിൻ്റെ തന്നെ എടുത്ത് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. നേരത്തെ എടുത്ത നിലപാടുകൾ, കോൺഗ്രസിൽ നിന്നുള്ള നിർദ്ദേശം അനുസരിച്ചെടുത്ത നിലപാട്, അതായത് ഈ കേസ് വന്നു ആദ്യഘട്ടത്തിൽ, ഇപ്പോ ആരെയാണോ കുറ്റാരോപണത്തിന് നിർത്തുന്നത് അവരെയൊക്കെ ഒഴിവാക്കുന്ന ഒരു നിലപാട് സരിത കൈക്കൊണ്ടു. മുഖ്യമന്ത്രി തുടങ്ങിയ ആളുകളെ തീർച്ചയായിട്ടും ആ നിലപാട് കൈക്കൊണ്ടത് കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്നുള്ള ബന്ധപ്പെടലിന്റെ അടിസ്ഥാനത്തിലാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ അത് സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂലൈ 26, 2013 തൊട്ടാണ്. തീയതി നന്നായിട്ട് ഓർത്തു വെച്ചിട്ടുണ്ട്. അതിന് കാരണമുണ്ട്. ജൂലൈ 20-നാണ് ഞാൻ സത്യം പറഞ്ഞാൽ സഹിയിട്ട് അന്വേഷണം എങ്ങും എത്തില്ല, യഥാർത്ഥത്തിലുള്ളവരെ ആരെയും ഇതിനകത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കുകയില്ല. ഇപ്പം നമ്മളൊരു സാമ്പത്തിക തട്ടിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? പണം സമാഹരിച്ച ആൾക്കാർ പരാതി കൊടുക്കുമ്പോൾ ആ പണം എവിടെ വിനിയോഗിക്കപ്പെട്ടു എന്നും കൂടെ കണ്ടെത്തണം. ശരിയല്ലേ? അപ്പം 6 കോടി രൂപയാണ് ക്ലെയിം ചെയ്തിട്ടുള്ള കേസുകളെങ്കിൽ ആ 6 കോടി രൂപയുടെ അറ്റ്ലീസ്റ്റ് ഒരു 5 കോടി രൂപയെങ്കിലും എവിടെ പോയി എന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു ബാധ്യത നമുക്കുണ്ട്. പക്ഷേ അവിടെ എല്ലാം കണക്കിൽപ്പെടാത്ത സ്ഥലങ്ങളിലെല്ലാം മാർപ്പാടം എന്നൊരു വാക്ക് മാത്രം എഴുതി വെക്കും. അതാണ് ശരിക്കുള്ള ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഘട്ടത്തിൽ ശരിക്കുള്ള ഇൻവെസ്റ്റിഗേഷൻ നടന്നില്ലെന്നല്ല, നമ്മളെ കൊണ്ട് അവർക്ക് നമുക്കിപ്പോൾ ഞാൻ പറയട്ടെ, ഒരു പോലീസ് ഓഫീസറോട് നമുക്ക് ഇന്ന കാര്യം പറയരുതെന്ന് സ്ട്രോങ് ആയിട്ടൊരു പ്രഷർ തന്നാൽ നമ്മൾ അവിടെ എന്തായിരിക്കും പറയുക? കമ്പനിയുടെ കാര്യങ്ങൾ മാത്രമേ പറയുള്ളൂ. ടോട്ടലി ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ അന്വേഷിക്കുമ്പോൾ നമ്മൾ പ്രതികൾ നയിച്ചാനയിച്ച വഴിയിലൂടെയാണ് പോലീസ് പോകുന്നത്. ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ അത് എല്ലായിടത്തും അറിയാവുന്ന കോമൺ ആയിട്ടുള്ള ഏത് ക്രൈമിനകത്തും പ്രതികൾ നയിച്ചാനയിച്ച വഴികളിലൂടെ അന്വേഷണ ഉദ്യോഗസ്ഥർ സഞ്ചരിക്കുമ്പോഴാണ് ശരിക്കും അതിനകത്ത് എസൻസ് പിടികിട്ടുന്നത്. എനിക്ക് മനസ്സിലായ കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെ വരുമ്പം നമ്മളുടെ പ്രതികളുടെ ഭാഗത്തു നിന്ന് സർട്ടൺ തിങ്സ് സ്ട്രോങ് ആയിട്ട് നമ്മൾ സപ്രസ് ചെയ്ത് പിടിക്കുകയാണ്. അവർക്ക് എങ്ങനെ ഒരു കുറ്റമറ്റ ഒരു അന്വേഷണ റിപ്പോർട്ട് തയ്യാറാക്കാൻ സാധിക്കും? നമ്മളെ കൊണ്ട് അത് പറയിക്കരുതെന്ന് ഉള്ള പ്രഷർ കൊടുക്കുന്നത് നമ്മളുടെ കുടുംബത്തിലാണെങ്കിലോ? അത് മനസ്സിലായി. അപ്പോൾ ഇപ്പോൾ സോളാർ കമ്മീഷന് മുമ്പാകെ വെളിപ്പെടുത്തിയതുപോലെ അല്ലെങ്കിൽ മൊഴി കൊടുത്തതുപോലെ കിട്ടിയ പൈസ ഇങ്ങനെ ചിലർക്ക് വീതിച്ചു കൊടുത്തിരിക്കുകയായിരുന്നു എന്ന് അപ്പോഴേ പറയാൻ കഴിഞ്ഞില്ല. കഴിഞ്ഞിരുന്നില്ല. കാര്യം ഡേ 1 തൊട്ട്, ഡേ 1 എന്ന് വെച്ചാൽ അറസ്റ്റ് ചെയ്തതിൻ്റെ ഫസ്റ്റ് ഡേ ശരിക്കും ടോട്ടലി എൻ്റെ ഒരു ഇൻ്റർപ്രിട്ടേഷൻ അനുസരിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് എന്നെ അറസ്റ്റ് ചെയ്ത വ്യക്തിക്ക് എൻ്റെ ബാക്ക്ഗ്രൗണ്ട്സ്
കിട്ടി തുടങ്ങിയില്ല എന്നാണ് എനിക്ക് തോന്നിയത്. കാര്യം ഒരു 24 hours വരെ എല്ലാം കാമായിരുന്നു. ഞാനൊരു സാധാരണ ഒരു കമ്പനിയുടെ ചീറ്റിംഗ് കേസിലെ ഒരു 2ാം പ്രതി എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് ട്രീറ്റ് ചെയ്തത്. പക്ഷേ സെക്കൻഡ് ഡേ തൊട്ട് എനിക്ക് തോന്നുന്നു കൈരളിയുടെ ഒരു ഇമ്പാക്റ്റ് കൂടെ അതിനകത്തുണ്ട്. ടെലിഫോൺ പുറത്തുവിട്ടതിന്റെ അതാ നിങ്ങൾ അതുവരെ പോലീസിന് അറിയില്ലാത്തതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്നാലും അതിന്റെ പിന്നിൽ സർട്ടൻ പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റ് ഉണ്ട്. അതിപ്പോൾ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും എക്സോർ ബൈ സജ്ജാദ് എന്ന് പറയുന്ന വ്യക്തിയുടെ പരാതിയിന്മേലാണ് എന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയത്. അപ്പോൾ ആ പരാതിയുടെ ഒരു മെറിറ്റാണ് അപ്പോൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ പെട്ടെന്ന് തിങ്സ് വന്നിട്ടൊരു കാര്യങ്ങൾക്ക് വന്നിട്ടൊരു പൊളിറ്റിക്കൽ മാനം കൊണ്ടുവന്നത് ശരിക്കും പറഞ്ഞാൽ പീപ്പിൾ ടിവിയുടെ ആ ഇമ്പാക്ട് കോൺഗ്രസിലെ ചിലരുടെ നിർദ്ദേശം അനുസരിച്ചാണ് ഇതൊക്കെ മറ്റേ തരത്തിൽ അവരെ ഒന്നും കുറ്റപ്പെടുത്താത്ത പൊസിഷൻ എടുത്തു എന്ന് പറഞ്ഞു. അങ്ങനെ എടുത്ത പൊസിഷനിൽ നിന്ന് ഇപ്പോഴത്തെ പൊസിഷനിലേക്ക് വരുമ്പോ എന്ത് നടന്നില്ല? ഈ പണം മുഴുവൻ അവർ തരും എന്നായിരുന്നു നിങ്ങൾ തമ്മിലുള്ള കരാർ? ഞാൻ ഫാക്സ് പറയാം. അതായത് 2013 ജൂലൈ 26 അമ്മയും ഞാൻ നേരത്തെ വെളിപ്പെടുത്തി ഡിപ്പോസിറ്റ് ചെയ്തതുപോലെ തന്നെ പ്രദീപ് കുമാർ, ഗണേഷ് കുമാർ MLAയുടെ PA, അവർ രണ്ടുപേരും വന്ന് സംസാരിച്ചതിന് ശേഷം ഒരു 40-45 മിനിറ്റോളം സംസാരിച്ചതിന് ശേഷമാണ് ഞാൻ എൻ്റെ നിലപാട് മാറ്റിയതും മൊഴി എഴുതി കൊടുക്കാതെ. അതിനാധാരമായി സരിതയ്ക്ക് കിട്ടിയ വാഗ്ദാനം ഒന്ന് വന്നിട്ട് എന്റെ പണം തിരിച്ചു തരാം എന്നുള്ളതായിരുന്നു. 2 ആ പണം ഈ പറഞ്ഞതുപോലെ ബ്രൈബ്സ് വാങ്ങിയത് തിരികെ തരാമെന്നുണ്ടായിരുന്നു. മുഖ്യമന്ത്രി, വൈദ്യുതി മന്ത്രി തുടങ്ങിയവർ, ആരൊക്കെ തുടങ്ങിയവരിനെ ഞാൻ പറയുള്ളൂ, തുടങ്ങിയവർ വാങ്ങിയ പണം തിരിച്ചു തരാം എന്ന് മുഖ്യമന്ത്രി നേരിട്ട് ഉറപ്പ് നൽകി. എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് ഗണേഷ് കുമാറിന്റെ PA ആണ്. അമ്മയോട് ഗണേഷ് കുമാറിന്റെ PA പ്രദീപ് കുമാറിന്റെ ഫോണിലൂടെ മുഖ്യമന്ത്രി നേരിട്ട് അമ്മയോട് ഫോണിൽ സംസാരിച്ച് പണം മുഴുവൻ തരാം എന്ന് പറഞ്ഞു. വാങ്ങിയ പണം തിരികെ തരാം, മോള് കേസിൽ നിന്ന് രക്ഷപ്പെടും എന്ന് പറഞ്ഞു. അത് സാക്ഷ്യപ്പെടുത്താൻ വേണ്ടിയാണ് അമ്മ കൂടി, അല്ലെങ്കിലും അമ്മയുണ്ടെങ്കിലേ കയറാൻ പറ്റുള്ളൂ ഗണേഷ് കുമാറിന്റെ തീർച്ചയായിട്ടും അമ്മ കൂടി വന്നത്. അത് ഈ പറഞ്ഞ പോലെ പർദ്ദയൊക്കെ ഇട്ടിട്ട് തന്നെയായിരുന്നു. അല്ല, പർദ്ദയല്ല, വിഗ് വെച്ചിട്ടാണ് വന്നത്. വിഗ് വെച്ചിട്ടാണ് വേറൊരു രൂപത്തിൽ. പക്ഷെ ഐ ക്യാൻ ഐഡന്റിഫൈ. കാര്യം ഞാൻ കാണുന്ന ഡേ ടു ഡേ അറിയാവുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് അമ്മ വന്ന് പറഞ്ഞപ്പോഴാണ് അത് വിശ്വസിച്ചത്. ആദ്യം പ്രതിവേടൻ എന്നാണ് ഞാൻ വിളിക്കുന്നത്. പ്രതിവേടൻ പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചില്ല. ശരിക്കും പറഞ്ഞാൽ ഞാൻ പറയുന്നത് അതൊക്കെ വെറും തെറ്റായ കാര്യങ്ങളാണ്. അങ്ങനെയാണെങ്കിൽ ഈ കേസ് വരില്ലല്ലോ. കാര്യം അതിന് തൊട്ട് മുമ്പത്തെ ആറ്റുകാൽ പൊങ്കാലയുടെ അന്ന് അദ്ദേഹത്തോട് ഫേസ് ടു ഫേസ് CMന്റെ ഓഫീസിലിരുന്ന് ഞാൻ സംസാരിച്ചാണ്. മകളെയും കൂട്ടിക്കൊണ്ട് പോയപ്പോൾ ആ ഡിപ്പോസിഷനിലുണ്ട്. മകളെയും കൂട്ടിക്കൊണ്ട് പോയപ്പോൾ ഫേസ് ടു ഫേസ് ഞാൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞതാണ്, എനിക്കെതിരെ കേസുകൾ വരുന്നു, കോഴിക്കോട് നിന്നൊരു കേസ് രജിസ്റ്റർ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയുള്ളപ്പം ഇത് ഇനി എന്ത് ചെയ്യും സാറേ, ഇത് പണം കൊടുത്താലല്ലേ തിരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞപ്പം കൂടെ നിൽക്കുന്നവരിൽ ഒരു വ്യക്തി ഇത് അറിയരുതെന്നുള്ള ഒരു കർശനമായ ജോപ്പൻ അറിയരുതെന്നുള്ള കർശനമായ നിർദ്ദേശമുള്ളത് കൊണ്ട് പണത്തെപ്പറ്റി പിന്നെ അവിടെ ചർച്ച നടന്നില്ല. പകരം ഇതൊന്നും നടക്കാൻ പോകുന്നില്ല, നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടാകില്ല, കേസ് ഉണ്ടാവില്ല, ഞാൻ അത് മാനേജ് ചെയ്തോളാം എന്ന് പറഞ്ഞാണ് ഞാൻ ഏകദേശം 1 മണിക്കൂറിനടുത്ത് ഞാനും മകളും മാത്രം, ജിക്കുമോനും ജോപ്പനും സൈഡിൽ നിന്ന് ഈ പേപ്പറുകൾ നിവേദനങ്ങളാണെന്ന് തോന്നുന്നു ഒപ്പിട്ട് വാങ്ങിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഞാൻ ഈ സംസാരം നടന്നത്. അന്ന് ഉറപ്പ് നൽകി. അപ്പോൾ പിന്നെ അറസ്റ്റ് ഉണ്ടായി. അപ്പൊ ഞാൻ പ്രദീപേട്ടനോട് ആദ്യം ചോദിക്കുന്നത്, അങ്ങനെ പറഞ്ഞൊരു വ്യക്തി ഇത്രത്തിലും കൊണ്ടെത്തിച്ചില്ലേ, എന്നിട്ട് ഈ പണം തിരികെ തരും എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കുമോ? ഈ പണം എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു വോള്യം എത്രമാത്രമുണ്ട് വെളിപ്പെടുത്താമോ സരിതയ്ക്ക്? എന്റെ ഇപ്പോഴത്തെ ഞാൻ ഡിപ്പോസിഷന്റെ ബേസ് ചെയ്ത് മാത്രമേ ഇപ്പൊ സംസാരിക്കൂ. പ്രോസസ്സിലിരിക്കുകയാണ്. അപ്പം ആദ്യം ഞാൻ കൊടുത്ത 1,10,00,000 രൂപ, പിന്നെ കൊടുത്ത 80 ലക്ഷം രൂപ ഉൾപ്പെടെ 1,90,00,000 രൂപ CMന്. രണ്ടാമത് 2 ഘട്ടങ്ങളിലായിട്ട് ആര്യാടൻ മുഹമ്മദ് സാറിന് 40 ലക്ഷം രൂപ. ഇത്രയാണ് നമ്മളുടെ ഭാഗത്തുനിന്ന് ഇപ്പം ഡിപ്പോസിഷനിൽ പോയിരിക്കുന്ന വസ്തുതാപരമായ 6 കോടിയുടെ കേസൊക്കെ ഉണ്ടായിരുന്നു. 6 കോടിയുടെ കേസ് തന്നെ, 6 കോടിയോളം രൂപയുടെ കേസാണ് നമുക്കെതിരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഈ 6 കോടിയും വിന്യസിച്ചത് ഈ തലങ്ങളിലല്ലേ? അല്ല, മൊത്തം ഞാൻ അങ്ങനെ പറയില്ല. മൊത്തം എമൗണ്ടും അവിടെ പോയിട്ടൊന്നുമില്ല. അതിൽ കുറച്ച് മിസ്മാനേജ്മെന്റിലും മറ്റും പോയിട്ടുണ്ട്. കമ്പനിയുടെ കയ്യിൽ നിന്ന് തന്നെ മിസ്മാനേജ്മെന്റിൽ പോയിട്ടുണ്ട്. ബിജു രാധാകൃഷ്ണൻ ഇവര് തരേണ്ടത് എത്രയായിരുന്നു, അല്ലെങ്കിൽ ഇവര് തരാമെന്ന് പറഞ്ഞത് എത്രയായിരുന്നു?
ഇവര് അതിപ്പോൾ നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് ഒരു എഫക്റ്റ് ചെയ്യും. ആസ് ഇറ്റ് ഈസ് എവരുടെ ഉൾപ്പെടെയുള്ള നിയമോപദേശം അനുസരിച്ച് സംസാരിച്ചാൽ മതി. വെളിപ്പെടുത്താൻ ഇപ്പൊ കഴിയുന്നില്ല. എങ്കിലും കോടികൾ തരാമെന്ന് പറഞ്ഞ് അതിൽ നിന്ന് പുറകോട്ട് പോയോ? അതെ, അതിൽ നിന്ന് പുറകോട്ട് പോയതല്ല. പുറകോട്ട് പോയി എന്നുള്ളതിന് ഒരു ചെറിയ കാര്യം പറയാം. അതൊരു വിശ്വാസ്യത വരുത്താൻ വേണ്ടിയിട്ടാകണം. പ്രദീപ് ഏട്ടനെ നെക്സ്റ്റ് ഡേ തന്നെ പിന്നെ വസുദേവ ശർമ്മ, അതായത് CM-ന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി, അദ്ദേഹത്തിൻ്റെ വസതിയിലേക്ക് വിളിച്ചു വരുത്തി 5 ലക്ഷം രൂപ കയ്യിൽ കൊടുത്തു. ഫസ്റ്റ് 5 ലക്ഷം രൂപ കൊടുത്തിട്ട് ഇത് ഫെനി ബാലകൃഷ്ണനെ ഏൽപ്പിക്കാനും. ശർമ്മയല്ല, CM ആണ് കൊടുത്തത്. തമ്പാനൂർ രവിയാണ് കൊടുത്തത് CM-ന്റെ നിർദ്ദേശപ്രകാരം. അപ്പം തമ്പാനൂർ രവി വസുദേവ ശർമ്മയുടെ ഫ്രണ്ടിൽ പിന്നെ വീട്ടിൽ വെച്ച് പിന്നെ പ്രദീപ് ഏട്ടന് കൊടുക്കുകയും പ്രദീപ് കുമാർ അത് കൊണ്ടുവന്ന് ഫെനി ബാലകൃഷ്ണനെ ഏൽപ്പിക്കുകയും ചെയ്തു. എവിടെ വെച്ചാണ് ഇവർ തന്ന വാഗ്ദാനം പാലിക്കപ്പെടാതെ പോയത്? ഈ 2 വർഷവും ഇവർ ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇന്ന് തരാം, നാളെ തരാം. ഇവര് നമ്മുടെ പേർക്ക് ഈ പൈസ ഒന്നും തന്നെ ഇതിന് അവർ പറയുന്ന കാരണം ഞാൻ പറയാം. ഇവർ പറയുന്ന കാരണം ഇത് ഒരുമിച്ചാണ് നമ്മൾ ഫണ്ട് അറേഞ്ച് ചെയ്യേണ്ടത്, അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ട്. എന്നാൽ ഷെഡ്യൂളായിട്ട് എന്തെങ്കിലും ഒന്ന് തന്നാൽ മതി, എൻ്റെ കേസുകൾ തീർക്കുന്ന മുറയ്ക്ക് തന്നാൽ മതി. കാര്യം എനിക്ക് കേസ് മാത്രമേ തീർക്കേണ്ട ആവശ്യമുള്ളൂ. 30-ലേറെ കേസുകൾ വന്നു, അതിൽ ഒരെണ്ണം ഒഴികെ ബാക്കിയൊക്കെ കോടതിക്ക് പുറത്ത് ഒത്തുതീർന്നു. വളരെ അതിലേക്ക് കോടികൾ ഒഴുകി. ആ കോടികൾ ഒഴുക്കിയതിന്റെ പേരിലാണ് ഒരു പക്ഷേ ഈ ബാർ വിവാദമൊക്കെ ഉണ്ടായത്. ആ പൈസ മുഴുവൻ സരിതയ്ക്കാണ് തന്നത്. ഒരിക്കലും കോൺഗ്രസിന്റെ നേതാക്കളോ മുഖ്യമന്ത്രിയോ ഒക്കെ സരിതയ്ക്കാണ് വേണ്ടിയാണ് ഈ പണം പിരിച്ച് ഇങ്ങനെ ഒരു പ്രതിസന്ധിയിൽ അകപ്പെട്ടത് എന്നൊക്കെയാണല്ലോ. അത് തെറ്റായ ധാരണയാണ്. ഈ ധാരണകളൊക്കെ ഞാനും പേപ്പറുകളിലും ഓൺലൈനുകളിലും ഒക്കെ വായിച്ചിട്ടുണ്ട്. ഇല്ല, ഇതിനകത്ത് എനിക്ക് പറയാനുള്ളത്, ബാർ മുതലാളിമാരിൽ നിന്ന് അവർ പിരിച്ച പണം എങ്ങോട്ട് പോയി എന്ന് എനിക്കറിയില്ല. ഇതിന്റെ പേര് പറഞ്ഞ് ഇനി അവരിൽ നിന്ന് ഫണ്ട് പിരിച്ചിട്ടുണ്ടോ എന്ന് പോലും എനിക്ക് അതിന് അന്വേഷിക്കാനുള്ള സോഴ്സ് ഇല്ല. രണ്ടാമത്, ഈ പണം ഒന്നും തന്നെ പിരിച്ചവരാരാണെന്ന് അവർ വെളിപ്പെടുത്തിയാലേ എനിക്ക് അതിന്റെ ഒരു ഇത് പറയാൻ പറ്റുള്ളൂ. എന്നാലും ഈ പണം ഒന്നും തന്നെ എന്റെ കയ്യിലോ ഈ പറയുന്ന സോളാർ കേസ് എടുക്കാനോ വേണ്ടി വന്നിട്ടില്ല. ഈ കേസുകളൊക്കെ ഒതുക്കിയത് പണം കൊടുത്താണ്. ഇനി ഒരു കാര്യം പറയട്ടെ, ഒരു കാര്യം റിയലിസ്റ്റിക് ആയിട്ട് നിങ്ങൾ സ്റ്റഡി ചെയ്യണം. എന്റെ കേസുകളിൽ വളരെ മൈന്യൂട്ട് കേസുകൾ മാത്രമാണ് തീർന്നിട്ടുള്ളത്. ഇപ്പോഴും എനിക്ക് 25ഓളം കേസുകൾ നിലനിൽക്കുന്നുണ്ട്. അത് കോടി രൂപയുടെ? അത് ഇപ്പൊ തീർത്ത എമൗണ്ട് പറഞ്ഞാലേ നിങ്ങൾക്ക് തീർത്ത എമൗണ്ട് പറഞ്ഞാൽ ഏകദേശം ഒരു 16 ലക്ഷം രൂപയുടെ കേസുകൾ മാത്രമേ ഇപ്പൊ തീർന്നിട്ടുള്ളൂ. ശരിക്കും പറഞ്ഞാൽ അവരാണ് എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്തിരുന്നത്. നിങ്ങളുടെ പണം തിരികെ കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പറയൂ, നിങ്ങൾ അങ്ങനെ പറയൂ. ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഓരോ പ്രസ് മീറ്റിംഗും കഴിയുമ്പോൾ ഫോൺ ചെയ്ത് പറയും. നന്നായിട്ടുണ്ട്. തമ്പാനൂർ രവിയും ബെന്നി ബെഹനാനുമാണ് CM-ന് വേണ്ടി എൻ്റെ അടുത്ത് നേരിട്ട്. നിങ്ങൾക്ക് എൻ്റെ ഫോൺ നമ്പേഴ്സ് അറിയാം. ഞാൻ അതിൽ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും അതിൻ്റെ കോൾ ലിസ്റ്റ് പരിശോധിക്കാം. എന്നും ഡെയിലി ഒരു ചെറിയ ഈച്ച് ആൻഡ് എവറി ഒരു പ്രോബ്ലം വന്നാലും ഇല്ലെങ്കിലും പണത്തിന്റെ കാര്യത്തിനാണെങ്കിൽ പോലും ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു. ഒരു ഓഡിയോ ടേപ്പ് ഇനി പുറത്തു വരാനിരിക്കുന്നു. അത് മുഖ്യമന്ത്രിയോട് സംസാരിച്ചതിന്റെ ഓഡിയോ രേഖ എന്നാണോ? അങ്ങനെയാണ് മാധ്യമങ്ങൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഞാനൊരു കാര്യം ഞാനൊരു കാര്യം പറയാം. അതായത് ഈ വിഷയങ്ങൾ എനിക്ക് ലീഗൽ സൈഡിൽ നിന്നും മാത്രമേ ഞാൻ എന്തെങ്കിലും എവിഡൻസസ് ഉണ്ടെങ്കിൽ പോകും. ബിക്കോസ് ഐ ആം ഫേസിങ് എ ലോട്ട് ഓഫ് കേസസ്. അപ്പം എൻ്റെ 33 കേസുകളിൽ 25 കേസുകളും ക്രിമിനൽ ആയിട്ട് ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. ബാക്കി കേസുകൾ ഞാൻ തീർത്തു. 33 കേസ് രജിസ്റ്റർ ചെയ്തതിൽ ഈ 25 കേസുകൾക്കും ചിലതിൽ ട്രയൽ സ്റ്റാർട്ട് ചെയ്തു. സോ എവിഡൻസസ് എന്ന് പറയുന്നത് ടാമ്പേർഡ് ആകരുതെന്ന് എനിക്കും ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ആ രീതിയിലുള്ള ഒരു കാര്യമായിരിക്കും നമ്മളും നിലപാടുകളായിരിക്കും സ്വീകരിക്കുക. എന്നാലും ഇവർ ഡിനൈ ചെയ്യുന്ന പല കാര്യങ്ങളും അങ്ങനെ അല്ല വാസ്തവം എന്ന് തെളിയിക്കാൻ പറ്റുന്ന പ്രൂഫ് നമ്മുടെ കയ്യിലുണ്ടാകും. അതിൽ രേഖയുണ്ടാവും, ശബ്ദരേഖയുണ്ടാവും, ഡിജിറ്റൽ വിഷ്വൽ മെറ്റീരിയൽസ്, അതായത് ഫിസിക്കലായിട്ടുള്ള മെറ്റീരിയൽസ് എൻ്റെ കയ്യിലുണ്ട്. മുഖ്യമന്ത്രിയോട് 2 ആഴ്ച മുമ്പ് നടത്തിയ ഒരു ടെലിഫോൺ സംഭാഷണം, അത് അങ്ങനെ ഒരു സാധനത്തിന്റെ രേഖയുണ്ടോ? അങ്ങനെ ഒരു സംഭാഷണം ഉണ്ടോ? ഞാൻ മുഖ്യമന്ത്രിയോട് 2 ആഴ്ച മുമ്പ് സംസാരിച്ചിരുന്നു. അതായത് ലാസ്റ്റ് ഒരു അറ്റംപ്റ്റ് ആണ്. ഈ പറയുന്ന പോലെ ലാസ്റ്റ് അറ്റംപ്റ്റ് എന്ന് നമ്മൾ നോക്കില്ലേ, 100 വഴിക്ക് നോക്കി. ഇദ്ദേഹം ഓതറൈസ് ചെയ്ത ഗോഡ് ഫാദേഴ്സിൻ്റെ അടുത്ത് എല്ലാം നോക്കുമ്പം ഈ ലേറ്റസ്റ്റ് ആയിട്ട് അവരുടെ റെസ്പോൺസ് എന്താണെന്ന് വെച്ചാൽ, പിന്നെ ഇന്ന് ഈ മീറ്റിംഗ് കഴിഞ്ഞ് ഉച്ചയാവും കേട്ടോ,
ഉച്ച 2 മണിയോട് കൂടി വിളിക്കൂ. 2 മണിയാകുമ്പോൾ അപ്പം നമ്മൾ ഈ 2 മണി കഴിഞ്ഞിട്ട് കോടതിയുടെ നെക്സ്റ്റ് ഡേ കോടതിയിൽ നമ്മൾ സെറ്റിൽമെൻറ്റ് സംസാരിച്ച് വെച്ചിട്ടുള്ളവരാണെങ്കിൽ അവരോട് നമ്മൾ കോടതിയിൽ വെച്ച് കാണാം, ഇത് സെറ്റിൽമെൻറ്റ് ആകുവാണ്, അപ്പോൾ ഒരു കേസ് തീരുവാണെന്നുള്ള ഇതിൽ നിൽക്കുമ്പം അവരോട് പറയുന്നതിൻ്റെ മുഷിപ്പൊന്ന്, അവരോട് നേരിട്ട് പറയുന്നതല്ല, നമ്മൾ ഏതെങ്കിലും അഡ്വക്കേറ്റ് മുഖാന്തരമായിരിക്കും പറയുന്നത്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഇവിടെ ഉച്ച എന്നുള്ളത് മാറി നോർമൽ രാഷ്ട്രീയക്കാരുടെ രീതി. അത് 7 മണിയാവും കേട്ടോ, രാത്രി 7 മണി. നമ്മൾ 7 മണിക്ക് കാത്തിരിക്കുകയാണ്. 7 മണി കഴിയുമ്പം 7 മണി ഇങ്ങോട്ട് കോൾസ് ഇല്ല, അങ്ങോട്ട് കുറേ നേരം വിളിച്ച് കഴിയുമ്പോൾ 9 മണിക്ക് ഒരു ഫോൺ കോൾ അറ്റൻഡ് ചെയ്യപ്പെടും. ഈ അറ്റൻഡ് ചെയ്യപ്പെടുന്ന കോളിന് ശേഷം ഇന്ന് വളരെ വൈകി കേട്ടോ, നാളെ രാവിലെ 7 മണിയാവട്ടെ, 11 മണിക്ക് മുമ്പേ നമുക്ക് ശരിയാക്കാം. അങ്ങനെയുള്ള ഒരു ആറ്റിറ്റ്യൂഡ്സ് ഞാൻ ഒരു അപ്പം ഞാൻ നേരിട്ട് മുഖ്യമന്ത്രിയുമായി സംസാരിച്ചു. അതാണ് ഫാക്ട്. മുഖ്യമന്ത്രിയുമായി നേരിട്ട് ഞാൻ സംസാരിച്ചു ശർമ്മ സാറിന്റെ ഫോണിൽ അദ്ദേഹം വന്നത്. അപ്പോൾ സംസാരിച്ചു. ഇതിന്റെ തീയതിയൊക്കെ എല്ലാം ഉണ്ട്. അതിലൊന്നും ഒരു തെളിവ് കൊടുക്കാൻ തയ്യാറാ, എന്ത് വേണമെങ്കിലും. ഈ ഇതൊക്കെ ടേപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാര്യം എനിക്ക് ആവശ്യം വന്നുപോയി. കാര്യം ഞാനെന്ന് പറഞ്ഞ് ശരിക്കും ഞാനൊരു പൊട്ടിയാവപ്പെടുവാണെന്ന് എനിക്ക് ഒരു 2 മാസം മുമ്പേ തൊട്ട് ഒരു ഫീലിങ്സ് വന്നു തുടങ്ങി. ഒരു 2 മാസം മുമ്പേ. ഇപ്പൊ പറഞ്ഞു നിർത്തിയത് 2 ആഴ്ച മുമ്പ് മുഖ്യമന്ത്രിയായിട്ട് സംസാരിച്ചു ശർമ്മയുടെ ഫോണിൽ സംസാരിച്ചത് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്താണ് അതിന്റെ മുഴുവൻ ഉള്ളടക്കമല്ല, അതിന്റെ കണ്ടന്റ്, അതിന്റെ മർമ്മം എന്താണ്? അതിന്റെ മർമ്മം എന്ന് പറയുന്നത് പിന്നെ പണം കിട്ടിയില്ല. എത്ര പണം എന്നൊക്കെ പറയുന്നുണ്ടോ? ഇല്ല, എമൗണ്ട് ഞാൻ പറഞ്ഞില്ല. പൈസ കിട്ടിയില്ല എന്ന് മാത്രമാണ് ഞാൻ സംസാരിച്ചത്. പൈസ കിട്ടിയില്ല എന്ന് പറഞ്ഞപ്പോൾ രവി കോണ്ടാക്ട് ചെയ്തില്ലേയും ചോദിച്ചു. അപ്പൊ രവി സാർ ഇങ്ങനെയാണ് പറയുന്നത്, ബെന്നി സാർ ഇങ്ങനെ രവി സാർ ഇങ്ങനെ, തമ്മാനൂർ രവി സാർ ഇങ്ങനെയാണ് പറയുന്നത്. തമ്മാനൂർ രവി എന്ന് ഞാൻ പറഞ്ഞില്ല, രവി സാർ എന്ന് പറയുമ്പോഴേ അവിടെ അറിയാം. ബെന്നി സാർ ഇങ്ങനെയാണ് സംസാരിക്കുന്നത്, എറണാകുളത്ത് കാണാമെന്ന് പറഞ്ഞു. എറണാകുളത്ത് ഞങ്ങൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇവരിപ്പോൾ തന്ന് നാളെ സെറ്റിൽ ചെയ്യാനൊരു എമർജൻസി വിഷയം കേസ് വന്നിട്ട് പിന്നെ ഇന്ന് തരാം എന്ന് പറഞ്ഞ് ഞങ്ങൾ രാവിലെ എറണാകുളത്തപ്പൻ ഗ്രൗണ്ടിൽ വന്ന് നിന്നിട്ട് പാതിരാത്രി പോയ സംഭവങ്ങളുണ്ട്. ബെന്നി ബഹനാൻ ഫോൺ എടുക്കാതിരുന്നു. ഞങ്ങൾ രാവിലെ നിങ്ങളുടെ ആ അവസ്ഥയൊന്ന് ആലോചിക്കണം. എനിക്ക് പുറത്ത് ഇറങ്ങി നോർമലി നിൽക്കാൻ പറ്റില്ല. എനിക്ക് വെള്ളം കുടിക്കാൻ പോകാൻ പറ്റില്ല. അവിടെ തന്നെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞ് രാവിലെ 9 മണി തൊട്ട് വെയിറ്റ് ചെയ്യുവാണ്, രാത്രി 7:30 8 മണി വരെ. 8 മണിയായപ്പം വിളിക്കുമ്പം ഏതെങ്കിലും ഒരു ചടങ്ങിൻ്റെ സൗണ്ട് കേൾപ്പിക്കും, ഫോൺ ഓൺ ചെയ്തിട്ട്. നമുക്ക് പ്രസംഗിക്കുന്ന ഒരു ഡയസിൽ സംസാരിക്കുന്ന ഒരു സൗണ്ട് കേൾപ്പിക്കും. ഈ സൗണ്ട് കേട്ട് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ സംസ്കാരമുള്ളവരാണ്, നമ്മൾ പിന്നെ അവരെ ഡിസ്റ്റർബ് ചെയ്യുന്നത് ശരിയല്ല എന്ന് വെക്കും. നമ്മളവിടെ വെയിറ്റ് ചെയ്യും. അങ്ങനെ ഒരു 6:45 7 ആയപ്പം കണ്ടിന്യൂസ് ഞാനൊരു 4-5 പ്രാവശ്യം ആ ഫോണിലേക്ക്, കാര്യം നമ്മൾ ഇനി അങ്ങ് തിരുവനന്തപുരം എത്തണം. അപ്പോൾ പറയാണ് അത് ശരിയായിട്ടില്ല, അങ്ങ് തിരുവനന്തപുരത്ത് ശരിയാക്കും, രവി ശരിയാക്കും. തിരിച്ച് ഇത് ആരെങ്കിലും വിശ്വസിക്കും? ഏതാനും കോടികൾ അല്ലേ, അത്രയും തരാൻ അല്ല, ഒരുമിച്ച് അതിന് ഇതുപോലൊരു പ്രശ്നത്തിൽ വാഗ്ദാനം ചെയ്ത ഒരു കാര്യത്തിൽ നിന്ന് മുഖ്യമന്ത്രി പിന്മാറി എന്നൊക്കെ അങ്ങനെ കേരളം അതിന് കാരണം ഞാൻ പറയാം. അതിന് എൻ്റെ ഒരു ഇത് പറയാം. അതായത് അവര് ആദ്യകാലത്ത് 2013 സോളാർ സ്കാം വന്നപ്പം LDF ഭയങ്കര പ്രക്ഷോഭങ്ങളും ഒക്കെ ആയിട്ട് മുമ്പോട്ട് വന്നു. എൻ്റെ മൊഴി വരുന്ന ദിവസം വരെ ആ പ്രക്ഷോഭം നീണ്ടു നിന്നു. ശരിയായ കാര്യമാണ്. രാപകൽ സമരം മറ്റും ഒക്കെ ആയിട്ട് സ്ട്രോങ് ആയിട്ട് വന്നു. ആ സമയത്ത് അവർക്ക് എന്നെ സ്വാധീനിക്കാനും എൻ്റെ ഭാഗത്തു നിന്ന് എന്താ പറയുക, അവരുടെ നിലപാടിലേക്ക്, എന്നെ മൗനം എന്ന നിലപാടിലേക്ക് കൊണ്ടുപോകാൻ അവരെ കൊണ്ട് നന്നായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ 2.5 വർഷം മുമ്പ് ഒരു ഗവൺമെൻറ് വീഴുമായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒരു മുഖ്യമന്ത്രി രാജിവെക്കുമായിരുന്നെങ്കിൽ, ഈ പറയുന്ന ഇത്രയും കാലത്തിന്റെ അഡ്വാൻറ്റേജ് പറ്റില്ല. സരിതയുടെ സൗജന്യമാണോ ഈ 2.5 വർഷം? അങ്ങനെ ഞാൻ പറയില്ല. പക്ഷേ അന്നൊരു പക്ഷേ സത്യം വിളിച്ചു പറഞ്ഞിരുന്നെങ്കിൽ ഈ 2.5 വർഷം ഈ 2.5 വർഷം മുമ്പ് ഇതിലൊരു അന്വേഷണമെങ്കിലും വന്നേനെ. ചെറിയ സംഭാഷണമാണ്. പക്ഷെ അത് സരിത പറഞ്ഞതിന്റെ മർമ്മ പ്രശ്നം സ്ഥിരീകരിക്കുന്ന ഒരു തെളിവായി മാറും. തീർച്ചയായിട്ടും. അതെന്താ സോളാർ കമ്മീഷന് കൊടുക്കാത്തത്? അല്ല, നമ്മള് ഈ മാറ്റർ ഞാൻ ചാനലിലാണ് ഇന്ന് രാവിലെ അത് നമ്മള് പിന്നെ തിങ്കളാഴ്ച തൊട്ടാണ് അതിന്റെ അടുത്തുള്ള വരുന്നത്. ഇനിയും ഇങ്ങനെ ഒരുപാട് തെളിവുകൾ വരാനുണ്ടോ? അല്ല, ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരു കാര്യം തുറന്ന് ഞാൻ പറയാണ്.
ശരിക്കും ഇത് നിഷ്പക്ഷമായി അന്വേഷിക്കുന്ന ഒരു കമ്മീഷനാണ് എന്നാണ് എൻ്റെ പൂർണ്ണമായ വിശ്വാസം നാളിതുവരേക്കും. ശിവരാജ് കമ്മീഷൻ. അതെ, എന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിൻ്റെ റിപ്പോർട്ട് എങ്ങനെയായിരിക്കും എന്നുള്ളതിൻ്റെ ഒരു ഫിനിഷിംഗ് പോയിന്റിനെ പറ്റി ഞാൻ തിങ്ക് ചെയ്യുന്നതേയില്ല. എന്നെ സംബന്ധിച്ച് ശരിക്കും പറഞ്ഞാൽ ഇതൊരു ലാസ്റ്റ് ഡയസ് ആണെന്ന് വേണമെങ്കിൽ പറയാം. ഒരു ഡയസാണ്, അതായത് നമുക്ക് പബ്ലിക്കിനോട് പോലും ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ലാസ്റ്റ് ചാൻസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിൻ്റെ റിപ്പോർട്ട് ആരെ ഫേവർ ചെയ്ത് വരും അല്ലെങ്കിൽ ഇൻഫേവർ ചെയ്ത് വരും എന്നുള്ളത് എൻ്റെ ഒരു വിഷയമേ അല്ല. മൊഴി കൊടുക്കൽ പ്രക്രിയ തീരുന്നതിന് മുമ്പ് എല്ലാം പറയും. തീർച്ചയായിട്ടും എന്തൊക്കെയുണ്ടോ എന്ന് വെച്ചാൽ അതിൽ കാര്യമില്ല. ഞാൻ ഇനിയും അറ്റവും മുറിയും വെച്ചിട്ടോ മറ്റു കാര്യങ്ങൾ വെച്ചോ പിന്നെ ഞാനായിട്ട് എൻ്റെ പ്രൈവസി ഹർട്ട് ചെയ്യില്ല എന്ന് ഞാൻ പറഞ്ഞതിന് കാരണമാണ് അബ്ദുള്ളക്കുട്ടിയുടെ കേസിൻ്റെ ഇത് വന്നപ്പോൾ എൻ്റെ ഫേസ് മാറി. അപ്പോൾ യഥാർത്ഥമായ വസ്തുതകൾ ഞാനിപ്പം 100 പ്രാവശ്യം ഇങ്ങനെ വിഷയമുണ്ടെന്ന് പറഞ്ഞാൽ അത് അവൾ അങ്ങനെ പലയിടത്തും നടന്നതല്ലേ. ഇവർ തന്നെ പലയിടത്തും പല ചാനൽ ചർച്ചകൾ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിക്കണം. ഞാൻ ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്ത ചർച്ചകളിൽ പോലും ഇവരുടെ കോൺഗ്രസ് നേതാക്കൾ എന്നെ പറ്റി മോശമായി പറയുന്നത് ഞാൻ കേട്ടുകൊണ്ടിരിക്കേണ്ടി വന്നിട്ടുണ്ട്. ടെലിയിൽ കേട്ടുകൊണ്ടിരിക്കേണ്ടി വന്നിട്ടുണ്ട്. ആ ഫോൺ കട്ട് ചെയ്ത് ഞാൻ ആദ്യം വിളിച്ചിരുന്നത് ഈ പറയുന്ന ആൾക്കാരെയാണ്. കഴിഞ്ഞ ദിവസം സരിത നടത്തിയ ഒരു പരാമർശം ഫലത്തിൽ ഇൻ ഇഫക്റ്റ് ചാണ്ടി ഉമ്മന്റെ സ്വഭാവ ഹത്യയായി മാറി. അല്ല, അതില് എൻ്റെ ക്ലാരിഫിക്കേഷൻ എന്ന് പറയുന്നത് ചാണ്ടി ഉമ്മനുമായിട്ടുള്ള ആരോപണങ്ങളുടെ നിജസ്ഥിതി പറയുക എന്നുള്ളതാണ്. എന്നെയാണ് അതായത് PC ജോർജ് സാറ് പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ പറഞ്ഞ ചാണ്ടി ഉമ്മൻ്റെ വിവാഹം മുടങ്ങിയത് ഞാൻ കാരണമാണെന്ന് ചാനൽ ചർച്ചകളിൽ പറഞ്ഞിട്ടുണ്ട്, പേപ്പറുകളിൽ എഴുതിയിട്ടുണ്ട്. ഓൺലൈൻ മാധ്യമങ്ങൾ എന്തൊക്കെ പോസ്റ്റേഴ്സ് വന്നു എന്ന് ഞാനിപ്പോൾ ഓർക്കാൻ പോലും ഇഷ്ടപ്പെടുന്നില്ല. അപ്പം അങ്ങനെ ഒരു മേജറായിട്ട് അതല്ലായിരുന്നു ഞങ്ങൾ തമ്മിലുള്ള റിലേഷൻ വന്നിട്ട് ഒഫീഷ്യൽ എന്ന് പറയാൻ പറ്റില്ല, ഒരു ബിസിനസ് റിലേഷൻ മാത്രമാണ് ഉണ്ടായിരുന്നത്. അല്ലാതെ ഈ പറയുന്ന തരത്തിലുള്ള റിലേഷൻ ഞാനല്ല യാത്ര ചെയ്തത്. തീർച്ചയായിട്ടും ഞാൻ അത് ഫേസ് ചെയ്യും. അപകീർത്തി വന്നോട്ടെ, അപകീർത്തി കേസ് വരട്ടെ, പക്ഷെ ഇൻ വാട്ട് സെൻസ് എന്നുള്ളത് പ്രൂവ് ചെയ്യപ്പെടേണ്ടതല്ലേ. അപ്പം ആ പറയുന്ന കാര്യം തെറ്റാണെന്ന് പ്രൂവ് ചെയ്താൽ, ഇപ്പം ഞാൻ പറഞ്ഞ കാര്യം ശരിയാണെന്ന് പ്രൂവ് ചെയ്യപ്പെട്ടാൽ എന്ത് ചെയ്യാൻ പറ്റും? മറ്റു കാര്യങ്ങളിലൊക്കെ ഉറച്ചു നിൽക്കുന്നു. ചാണ്ടി ഉമ്മനെ കൂടി ഉടമകളിൽ ഒരാളാക്കിക്കൊണ്ട് ഒരു കമ്പനി ഉണ്ടാക്കാൻ മുഖ്യമന്ത്രി തന്നെ സരിതയോട് പറഞ്ഞു. അതെന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ ചാണ്ടി ഉമ്മന് ബിസിനസ് താല്പര്യങ്ങളില്ല എന്ന് ഉമ്മൻചാണ്ടി സാറ് 25/1/2016 സോളാർ കമ്മീഷൻ്റെ വിസ്താരത്തിനിടയ്ക്ക് പറഞ്ഞു. ആ മൊഴിയെ കണ്ടെക്സ്റ്റ് ചെയ്താണ് ഞാൻ ഈ ചാണ്ടി ഉമ്മനിലേക്ക് വന്നത്. അദ്ദേഹം തന്നെയാണ് ഇത് പറയിപ്പിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ. അതായത് അദ്ദേഹത്തിൻ്റെ ഓരോ മൊഴികളിലെ ഓരോ സെന്റൻസിനും ഞാൻ ആൻസർ കൊടുക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് അത്ര ഒരു ജോലിയേ ഉള്ളൂ. അപ്പോഴാണ് ഈ പല വിഷയങ്ങളിലേക്ക് അപ്പം ഇങ്ങനെയുള്ള വിഷയങ്ങൾ വരാം. ചാണ്ടി ഉമ്മനെ ഡയറക്ടർമാരിൽ ഒരാളാക്കി. അദ്ദേഹത്തിന്റെ ഓഹരി എത്ര ബിസിനസ്സിൽ? ഒന്നുമില്ല. ഇല്ലില്ല, ഉമ്മൻചാണ്ടി സാറിന്റെ ഓഹരി ഇല്ല അതിനകത്ത്. ഉമ്മൻചാണ്ടി ഇല്ല, ഓഹരി ഇല്ല. ഓഹരി നിങ്ങൾ കണ്ടെത്തണം. ഇതൊരു സൊസൈറ്റിയാണ്, ഇതൊരു സൊസൈറ്റി മോഡലിലാണ്. അംഗമായിട്ട് ചാണ്ടി ഉമ്മനെ ഒന്ന്, പിന്നെ അദ്ദേഹത്തിന്റെ കുറച്ച് ബന്ധുക്കള്, അവരുടെ ലിസ്റ്റ് എന്റെ തന്നത് ഞാൻ എഴുതിയിട്ടുണ്ട്, കൊണ്ടുവരും, കമ്മീഷന് ലിസ്റ്റ് കൊണ്ടുവരും. ബന്ധുക്കളുണ്ട്. കോട്ടയത്തു നിന്നുള്ള 2 പേർ ഉൾപ്പെടെയുള്ള ഒരു ലിസ്റ്റ് ഉണ്ട്. പിന്നെ അവർക്ക് ലാഭവിഹിതം കൊടുക്കണം. സാധാരണ ഒരു സൊസൈറ്റി ആകുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് അതിന്റെ റണ്ണിങ് സ്റ്റേജിൽ വരുന്ന പ്രോഫിറ്റബിലിറ്റി അവർക്ക് ഷെയറബിൾ ആണല്ലോ. അതനുസരിച്ചാണ് മുന്നോട്ട് പോയത്. അതെ, ഇത് പറയാനാണ് ഡൽഹി പോയത്. ഇതിന്റെ കാര്യങ്ങൾ തീരുമാനിക്കാൻ മാത്രമല്ല, അവിടെ ശരിക്കും പറഞ്ഞാൽ ഞാൻ പോയത് ഈ പൈസയുടെ ട്രാൻസാക്ഷൻ വന്നപ്പം കേരളത്തിൽ വെച്ച് വേണ്ട എന്ന് സ്ട്രോങ് ആയിട്ട് ജിക്കു പറഞ്ഞു. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ കേരളത്തിന് പുറത്ത് വേറെ എവിടെയും പിന്നെ CM പോകുന്നത് എന്ന് ശരിക്കും പറഞ്ഞാൽ 16-ാം തീയതി തൊട്ട് വാച്ച് ചെയ്തിരുന്നു. ആദ്യം 16-ാം തീയതി CM പോകുന്നു പറഞ്ഞു. അത് നിങ്ങൾ ടൂർ ഡയറി നോക്കി അറിയാം. അന്നത്തേക്ക് ഞാൻ ടിക്കറ്റ് എടുത്ത് ക്യാൻസൽ ചെയ്തു. ഈ വിമാനയാത്രയിൽ ആരാണ് അതിന്റെ വേണമെങ്കിൽ ആ യാത്രയുടെ പിന്നെ രേഖകള് ഇപ്പൊ വേണമെങ്കിലും തരാൻ തയ്യാറാണ്. ആ യാത്രയിൽ സരിതയുടെ കൂടെ ആരാണ് ഉണ്ടായിരുന്നത്? ആദ്യം മോഹൻദാസിനെ കൊണ്ടുപോകാനാണ് ശരിക്കും പറഞ്ഞാൽ തീരുമാനിച്ചത്. മോഹൻദാസ് പഴയ GM ആണ്, ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന GM. അപ്പം ഞാനും ബിജു രാധാകൃഷ്ണൻ തമ്മിൽ നേരിട്ട്, ഫണ്ടെല്ലാം ബിജു രാധാകൃഷ്ണനാണല്ലോ നോക്കുന്നത്, ഞാനും ബിജു രാധാകൃഷ്ണൻ തമ്മിൽ നേരിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ഇല്ല.
ഡിസ്ട്രാക്ട് ചെയ്ത് നിൽക്കുകയാണ്. മോഹൻദാസ് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഡെറ്റി, ഞങ്ങളുടെ ഓഫീസിലുണ്ടായിരുന്ന ഡെറ്റി, അല്ലെങ്കിൽ രാജൻ നായർ കഴിഞ്ഞിട്ടേ ബാക്കി ആരെങ്കിലും ഉള്ളൂ. എന്നാലും മോഹൻദാസിനും രാജൻ നായർക്കും നേരിട്ട്, എൻ്റെ ഭാഗത്തുനിന്ന് മോഹൻദാസ് ആണെങ്കിലും അപ്പുറത്തെ ഭാഗത്തുനിന്ന് രാജൻ നായരാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരു ഇൻ്റർലിങ്ക് വഴിയിട്ടാണ് ഈ ഫണ്ട് അറേഞ്ച് ചെയ്തത്. കാര്യം ഇയാൾ അബ്സ്കോണ്ട് ചെയ്ത് നിൽക്കുന്നതിൻ്റെ ഒരു ബേസ് തന്നെ ഈ കസ്റ്റമേഴ്സിൽ നിന്ന് വാങ്ങിക്കുന്ന ഫണ്ട് ഇവർക്കും പല രീതിയിൽ അങ്ങ് ഡിസ്ട്രാക്ട് ചെയ്തു പോയി, പലയിടത്ത് ബ്ലോക്കാണ്, ആര്യയുടെ മുഹമ്മദ് സാർ ഉൾപ്പെടെ. പക്ഷേ കാര്യങ്ങളൊന്നും നടക്കുന്നുമില്ല. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ബിജു രാധാകൃഷ്ണൻ എറണാകുളത്തു നിന്ന് താമസം മാറ്റിയത്, ഉള്ള കാര്യം പറയുകയാണെങ്കിൽ. ആരാണ് കൂടെ വന്നത്, ആരാണ് സാക്ഷി ഇതിന്റെ? അല്ല, ധീരജാണ്. നോർത്ത് ഇന്ത്യയിലുള്ള ധീരജിന്റെ നമ്പർ ഇപ്പം 2 ദിവസത്തിനകത്ത്, കാര്യം പഴയ നമ്പർ മാറി പുള്ളിയെ ഇപ്പം ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. മുഖ്യമന്ത്രി തന്നെ ഉണ്ടായിരുന്ന ഒരു ഫ്ലൈറ്റിലാണോ പോയത്? ആ ഫ്ലൈറ്റിൽ മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു? മുഖ്യമന്ത്രിയുള്ള ഫ്ലൈറ്റിൽ 2 പ്രാവശ്യം ഞാൻ മുഖ്യമന്ത്രിയോടൊപ്പം ഡൽഹിക്ക് യാത്ര ചെയ്തിട്ടുണ്ട്. വേരിയസ് ഡേറ്റും മറ്റു കാര്യങ്ങളും ഞാൻ ഇവിടെ തരാം, യാത്രയുടെ രേഖകളുടെ. അന്നൊക്കെ നിങ്ങൾ പരസ്പരം അറിയും? അന്നല്ല, 2011 മുതൽ ഐഡന്റിഫൈഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയെ ഫ്ലൈറ്റ് വെച്ച് പരിചയപ്പെടേണ്ട ഒരു ആവശ്യം ഉണ്ടോയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. 2011 ഇനിഷ്യൽ സ്റ്റേജ് തൊട്ട് എനിക്ക് അറിയാവുന്ന ഒരു വ്യക്തിയാണ്, അടുത്തറിയാവുന്ന ഒരു വ്യക്തിയാണ്. 2 തവണ വെച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോയിരുന്നു എന്നൊക്കെയാണ്. തീർച്ചയായിട്ടും ഇല്ലാന്ന് ഞാൻ പറയില്ല. ആഴ്ചയിൽ 2 തവണയോളം, മിനിമം 2 തവണ ഞാൻ പോയിട്ടുണ്ട്. 3 പ്രാവശ്യം കഥ നുണയാണ്. അതുകൊണ്ടാണല്ലോ അത് പറയേണ്ടി വന്നത്. ഇപ്പോഴത്തെ മൊഴിയിൽ നിന്ന് പുറത്തു വരുന്ന ആന്ധ്രയിലുണ്ടായിരുന്ന ഒരു കമ്പനിക്ക് വേണ്ടി അവരുടെ ഫ്രാഞ്ചൈസി ആയിട്ടാണ് നിങ്ങൾ ആദ്യം വർക്ക് ചെയ്തത്. നിങ്ങൾക്ക് സോളാർ ടീമിന് അല്ല, ആദ്യം അവസാനം ആ കമ്പനി ആയിരുന്നു. കാര്യം അവസാനം വരെ നമുക്ക് ഈ അംഗീകാരം കിട്ടിയിട്ടില്ല. ഇവര് പണം വാങ്ങിച്ചു ഒന്നും തന്നില്ലല്ലോ. അവർക്ക് കിട്ടാനുള്ള കുടിശ്ശിക 35 ലക്ഷം രൂപ മുഖ്യമന്ത്രി ഇടപെട്ട് അനുവദിച്ചു. അതെ, ഇതാണ് സർക്കാർ ചെയ്തതെന്ന സൗജന്യമായിട്ട് പറയുന്നത്. അവർക്ക് കുറഞ്ഞ തുക കോട്ട് ചെയ്തിട്ടാണ്. ആരുടെ മുഹമ്മദ് സാറാണ് നമുക്ക് അവിടുന്ന് കുറഞ്ഞ തുക എത്രയാണെന്ന്. ഇതിലെന്താണ്? അതായത് ഒരു കമ്പനി വരുന്നു, ആ കമ്പനി കുറഞ്ഞ തുക കോട്ട് ചെയ്തിട്ട് അവർക്ക് ടെൻഡറൊക്കെ വെച്ചിട്ട് ഇത് കിട്ടിയിട്ട് കുറച്ച് പണം കുടിശ്ശികയാവുന്നു. അത് ഞങ്ങൾക്ക് കഷ്ടത്തിലാണ് എന്ന് പറഞ്ഞ് മന്ത്രിമാരെ അനുവദിക്കുന്നു. ഇതിലെന്താണ് സരിത പറയുന്നത്? അവിടെ ഒരു തെറ്റുണ്ട്. കാര്യം നിങ്ങൾ അതിന്റെ ഫയല്, സുരാന വെഞ്ചേഴ്സിന്റെ ഫയല് വിളിപ്പിക്കണം. ഞാനത് കമ്മീഷനോട് പറഞ്ഞിട്ടുണ്ട്, കമ്മീഷൻ വിളിപ്പിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്, ഞാൻ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. സുരാന വെഞ്ചേഴ്സ് കൊടുത്ത പ്രോഡക്ട്സ് പിന്നെ അപ് ടു ദ മാർക്ക് അല്ല എന്നും പറഞ്ഞിട്ട് അനർട്ടിലൊരു റിപ്പോർട്ടുണ്ട്. അതുകൊണ്ടാണ് അനർട്ട് 35 ലക്ഷം രൂപയുടെ കുടിശ്ശിക പിടിച്ചു വെച്ചത്. ആ പണമാണ് ഞാൻ ഇടപെട്ട് ഒരു ഇതും ഇല്ലാതെ ആ റിപ്പോർട്ടിനെ മറികടന്നുകൊണ്ട് സുരാന വെഞ്ചേഴ്സ് കൊടുത്ത ഉപകരണങ്ങൾ മതിയായ നിലവാരമില്ലാത്തതാണെന്ന് കണ്ട് തടഞ്ഞു വെച്ച പണം, അതാണ് ഇല്ലാതെ മുഖ്യമന്ത്രി ഇടപെട്ട് മുഹമ്മദ് സാറും 23 ദിവസത്തിനുള്ളിൽ റിലീസ് ചെയ്തു. ഇതാണ് സുരാന വെഞ്ചേഴ്സിന് വേണ്ടി ചെയ്ത സൗജന്യം. ഇത് സൗജന്യമല്ലേ? ടെൻഡർ കിട്ടിയതിൽ എന്തെങ്കിലും ഇത്തരത്തിലുള്ള ഇടപാട്? ടെൻഡർ കിട്ടിയതിൽ അവിടെ എങ്ങനെ കുറഞ്ഞ തുക കോട്ട് ചെയ്യാൻ സുരാന വെഞ്ചേഴ്സിനെ പറ്റി? അത് സ്വാഭാവികമായി കോട്ട് ചെയ്യപ്പെട്ടപ്പോൾ അങ്ങനെ ആയിപ്പോയതാണ്? ഇല്ല, വളരെ ഒത്തിരി കമ്പനീസ്, ശരിക്കും പറഞ്ഞാൽ നോർത്ത് ഇന്ത്യയിൽ നിന്ന് തന്നെയുള്ള ഒത്തിരി കമ്പനീസ്, നമ്മുടെ കേരളത്തിൽ നിന്നുള്ള പിന്നെ ഇൻഹൗസ് കമ്പനി ഉൾപ്പെടെയുള്ളവർ, കേരളത്തിലുള്ള കമ്പനി ഉൾപ്പെടെയുള്ള ഒത്തിരി കമ്പനീസ് ഇതിനു വേണ്ടിയിട്ട് ടെൻഡർ വിളിച്ചിട്ടുണ്ട്. അപ്പം ആ ടെൻഡറിലെ വില നിങ്ങൾക്ക് ചോർത്തി തന്നോ? ഇത് ഈ റേഞ്ചിലുള്ള എമൗണ്ട് കോട്ട് ചെയ്താലേ കിട്ടുള്ളൂ എന്ന് സാറ് പറഞ്ഞു. ഞാനാണ് സാറിന്റെ അടുത്ത് ഈ കാര്യം ആര്യയുടെ മുഹമ്മദ്. സരിത, വളരെ വലിയ ഇത് തെളിയിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ ഞാൻ സ്ഥിരം അവിടെ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഞാനൊരു ആരോപണം പറയുന്നു. ഞാൻ എൻ്റെ ഒരു ചിലപ്പോൾ നോളജ് ഇല്ലാത്തതുകൊണ്ടായിരിക്കും, എന്നാലും എൻ്റെ ഒരു സംശയം ചോദിക്കുകയാണ്. കേരളത്തിൽ മാത്രമേ ഉള്ളൂ ഇവിടെ ഒരു പോലീസ് ഇങ്ങനൊരു കേസ് ഇടുകയാണ്, FIR ഇടുകയാണ്, അല്ലെങ്കിൽ ഇതിങ്ങനൊരു അഴിമതികൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു അന്വേഷണം വരുന്നതിന് മുമ്പ് ഇതിനകത്ത് പ്രതിയാക്കപ്പെടാൻ ഞാൻ അത് ആലോചിച്ചോണം. എന്നോട് തന്നെ പറയുകയാണ്, നിങ്ങൾ തെളിവ് കൊണ്ടുവരൂ, അതിനേക്കാൾ ഏറ്റവും നല്ലത് ഒരു FIR ഇടുമ്പം അതുമായിട്ട് സഹകരിച്ച് ഞാൻ പറയുന്നത് കള്ളമാണെങ്കിൽ പിന്നെ അത് തെളിയിക്കട്ടെ, അല്ല സത്യമാണെങ്കിൽ സത്യമാണെന്ന് തെളിയിക്കട്ടെ, ഇതിനകത്ത് സത്യാവസ്ഥ മുമ്പോട്ട് കൊണ്ടുവരട്ടെ എന്ന് പറയുന്നതിന് പകരം FIR ഇട്ടാൽ ഉടൻ തന്നെ അത് സ്റ്റേ വാങ്ങിക്കണം എന്ന് പറഞ്ഞ് പിന്നെ ഹൈക്കോടതിയിൽ പോകുന്നതാണോ മാന്യത? ഞാൻ ചോദിച്ചത്. FIR ഇട്ട് അന്വേഷണത്തെ പേടിക്കുന്നതുകൊണ്ടാണ് സ്റ്റേ വാങ്ങാൻ പോയതെന്നാണോ പറയുന്നത്? എനിക്ക് അത്രേ പറയാനുള്ളൂ. കാര്യം ഞാനും അതിൽ പ്രതിയാണ്. അപ്പൊ എന്തായാലും ആര്യാടൻ മുഹമ്മദ് നേരിട്ട് വ്യക്തി എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന്റെ ചുണ്ടുകൊണ്ട്
നേരിട്ട് നിങ്ങൾക്ക് മറ്റുള്ളവർ കോട്ട് ചെയ്ത തുക ചോർത്തി തന്നു, അല്ലെങ്കിൽ നിങ്ങൾ കോട്ട് ചെയ്യേണ്ട തുക ഇത്രയാണ് എന്ന് പറഞ്ഞു. ഞാൻ ശരിക്കും പറഞ്ഞാൽ 4 ദിവസം മുമ്പ് ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആര്യയുടെ മുഹമ്മദ് സാറിനെ മീറ്റ് ചെയ്യാറുണ്ട്. മീറ്റ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള കുറേ വിഷയങ്ങൾ അവിടെ നിൽക്കുന്നത് കൊണ്ട് എന്ന് വെച്ചാൽ നമ്മൾ നോർമലി അങ്ങനെയാണല്ലോ, നമ്മൾ ബിസിനസ്സുകാരാണ്. നമ്മളെ സംബന്ധിച്ച് ബിസിനസ് എന്ന് പറഞ്ഞാൽ ബിസിനസ്സിൻ്റെ പ്രോഫിറ്റബിലിറ്റി അത് എങ്ങനെയാണെങ്കിലും ഇപ്പം നിങ്ങൾ വാർത്ത കൊടുക്കാൻ വേണ്ടി എന്തൊക്കെ റിസ്ക് എടുക്കുന്നു അതേ റിസ്ക് ഒരു എന്റർപ്രൈനർ എടുക്കും. കൈക്കൂലി കൊടുക്കാൻ തയ്യാറായിരുന്നു എന്നല്ലേ പറയുന്നത്? അല്ല, റിസ്ക് അങ്ങനെ ഞാൻ പറയില്ല. അവര് ഡിമാൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വേറെ വഴിയില്ലെങ്കിൽ എന്ത് ചെയ്യും? ഇപ്പൊ ഞാൻ ചോദിക്കുകയാണ്, ഒരു ചെറിയ ഒപ്പിന് 5 ലക്ഷം രൂപ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ വന്നാൽ ആ ഒപ്പ് നമുക്ക് ഈ 5 ലക്ഷം രൂപയേക്കാൾ വില മതിക്കുന്നതാണെങ്കിൽ അവിടെ നമ്മൾ കണക്ക് നോക്കുന്ന ഈ 5 ലക്ഷം രൂപയ്ക്ക് ആയിരിക്കില്ല, സിഗ്നേച്ചറിന് മാത്രമായിരിക്കും. അപ്പൊ അതുപോലെ ആര്യയുടെ മുഹമ്മദ് വെളിപ്പെടുത്തി തന്നിട്ടാണ് ടെൻഡർ കിട്ടിയത്. അതുപോലെ തന്നെ മതിയായ സൗകര്യങ്ങളില്ലാതെ നിലവാരമില്ലാതെ കൊടുത്ത പ്രോഡക്ട്സ് വേണ്ടി തടഞ്ഞു വെച്ച തുക അനുവദിക്കുകയായിരുന്നു. ഇനി കൂടുതൽ വെളിപ്പെടുത്തലുകളുമായിട്ട് മുന്നോട്ട് പോകാൻ പോവുകയാണ്. തീർച്ചയായും എനിക്ക് താല്പര്യമില്ല. എനിക്ക് ഇതൊരു ഡിപ്പോസിഷനാണ്. അതായത് വെളിപ്പെടുത്തൽ എന്ന് പറയുന്ന വാക്കിന് കുഴപ്പമൊന്നുമില്ല, മറഞ്ഞിരിക്കുന്ന ഒരു സാധനം വെളിക്ക് വരുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അല്ല, എനിക്ക് ഇതിനു മുമ്പ് ഈ വാക്ക് എന്ന് വെച്ചാൽ അതായത് ഫോബിയ വന്നത് എന്തുകൊണ്ടാണെന്ന് പറയാം. കാര്യം എന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് മൈക്ക് വെച്ച് ഫസ്റ്റ് എല്ലാവരും ചോദിച്ചുകൊണ്ടിരുന്നത്, എല്ലാവരും കാണുന്നവരും പിന്നെ സാധാരണ ജനങ്ങൾ വരെ ചോദിച്ചോണ്ടിരുന്നത് ഇനിയും വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുമോ എന്നാണ്. അപ്പോഴെല്ലാം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് നട്ടാ കുറുക്കാത്ത എന്താ പറയുക ചില കള്ളങ്ങളാണ്. അപ്പം എനിക്ക് അങ്ങനെ വെറുതെ പോയൊരു വാക്കാണ് ശരിക്കും പറഞ്ഞ വെളിപ്പെടുത്തൽ എന്ന് പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ ആ വാക്ക് യൂസ് ചെയ്യാൻ പറയില്ല. എനിക്ക് വാസ്തവം ഞാൻ എന്താണെന്ന് വെച്ചാൽ പറയും, ഡിപ്പോസിഷൻ ഉണ്ടാവും. സരിത പറയുന്ന ഈ കേസുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ, ഈ അവലാദികളുമായിട്ട് കമ്മീഷനിലൂടെ മുന്നോട്ട് പോകുമ്പോൾ വിശ്വാസമുണ്ടോ അന്തിമമായിട്ട് സരിത പറയുന്ന പക്ഷം തെളിയിക്കപ്പെടും, വിജയിക്കും എന്ന് വിശ്വാസം? ഞാൻ പറയുന്നു, ഈ സമയം വരെ ഞാൻ ജുഡീഷ്യൽ കമ്മീഷനിൽ ഒരു വിശ്വാസം വെച്ചിട്ടുണ്ട്. 2, ജുഡീഷ്യൽ കമ്മീഷന് ചെയ്യാവുന്ന അതിന് ഒരു അധികാര പരിധി നിശ്ചയിച്ചിട്ടുണ്ടാവും. കാര്യം അറിയാമല്ലോ, എന്നേക്കാൾ കൂടുതൽ ജുഡീഷ്യൽ കമ്മീഷൻ്റെ പവർ അറിയാവുന്നതാണ്. അപ്പം അതിൻ്റെ ലിമിറ്റേഷൻസ് എത്രയാണെന്ന് എനിക്കും വ്യക്തമായിട്ട് അറിയാം. അങ്ങനെ വരികയാണെങ്കിൽ എനിക്ക് ഒരു സ്ഥലത്ത് തുറന്നു പറഞ്ഞതിന് ശേഷം നിയമ നടപടികളുമായിട്ട് എനിക്ക് മുമ്പോട്ട് പോകാം, അല്ലെങ്കിൽ എന്നോട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് മുമ്പോട്ട് പോകാം. അപ്പോൾ ഇവർ ഒളിച്ചോടുമോ എന്ന് മാത്രം നോക്കിയാൽ മതി. ഇതുപോലെ അധികാരത്തിലിരിക്കുന്നത് കൊണ്ടാണ് അവർക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് സ്റ്റേ കിട്ടിയത്. ഒരു സാധാരണക്കാരനാണ് ഒരു സാധാരണ കേസിനകത്ത് FIR ഇട്ടു എന്ന് വെക്കുക. FIR ഇടാൻ ഒരു കീഴ്ക്കോടതി പറഞ്ഞ ജുഡീഷ്യറിയെ പൊതുപ്രവർത്തകർക്കെതിരെ വരുന്ന ആരോപണങ്ങൾ അല്ല, ഞാൻ അങ്ങനെ അതിനകത്ത് ഞാൻ ഒന്നും പറയുന്നില്ല. ഞാൻ ഇതിനകത്ത് ഒരു കമന്റും കൂടെ ഒരു സംശയം കൂടെ ഞാൻ പറയാണ്. എനിക്കെൻ്റെ ഹിസ്റ്ററി അറിയില്ല, എന്നാലും എൻ്റെ ഇങ്ങനെ കേട്ടുള്ള ഒരു അവയർനെസ്, ഒരു ചെറിയ നോളജ് മാത്രമാണ്. അതിനകത്ത് എത്രത്തോളം വാസ്തവം ഉണ്ടെന്ന് അറിയുകയില്ല എന്ന് ആദ്യം പറഞ്ഞുകൊണ്ട് വരികയാണ്. ഈ കേസ് സോളാർ സ്കാം വന്ന സമയത്ത് CBI അന്വേഷിക്കണമെന്ന് പറഞ്ഞിട്ട് ഒരു പൊതു താല്പര്യ ഹർജി ഇതുപോലെ തന്നെ തൃശ്ശൂർ കോടതിയിൽ ചാലക്കുടി സ്വദേശിയായ PD ജോസഫ് തന്നെയാണ് അന്ന് ഇട്ടതെന്ന് തോന്നുന്നു. അന്നും സോളാർ സ്കാം എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടി സാറിനെതിരെയും സർക്കാരിനെതിരെയും വിരൽ ചൂണ്ടുന്ന സമയത്താണ് ശ്രീ PD ജോസഫ് സാറ് ഇതുപോലെ ഒരു CBI സ്കാം വേണമെന്ന് പറഞ്ഞ് പിന്നെ പെറ്റീഷൻ കൊടുക്കുന്നത്. ആ പെറ്റീഷന് പുറമെ VS അച്യുതാനന്ദൻ സാറ് നമ്മുടെ CBI സ്കാം ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു ഹർജി ഹൈക്കോടതിയിൽ ഫയൽ ചെയ്തു. അതിനകത്ത് ഫയലില്ലാത്ത കക്ഷി ചേരാൻ വേണ്ടി 3-4 പേർ അഡീഷണലായിട്ട് 3-4 കുറേ പേര് വന്നിട്ടുണ്ട്. അതിൽ മേജറായിട്ട് ഒന്ന് പെരുമ്പാവൂർ എനിക്കെതിരെ ഫസ്റ്റ് കേസ് പിന്നെ രജിസ്റ്റർ ചെയ്ത KM സജ്ജാദ്. രണ്ടാമത് വന്ന ആൾക്കാരെ, ഇതിനകത്ത് വന്ന കക്ഷികളെയും ഇതിനെ ഒപ്പോസ് ചെയ്യാൻ വന്ന കക്ഷികളെയൊക്കെ കേട്ടാൽ അന്ന് ഈ സരിത എന്ന് പറയുന്ന വ്യക്തി മിണ്ടാതിരിക്കാൻ UDF ഉപയോഗിച്ച വെപ്പൺസാണ് പ്രദീപ് കുമാർ തുടങ്ങിയവർ. ഈ പ്രദീപ് കുമാറിനോട് ബന്ധപ്പെട്ട 1-2 പേരാണ് അതിനകത്ത് ഹർജിക്കാരായിട്ട് വന്നത്. ഇങ്ങനെ സമാനമായ പല കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന പൊതു താല്പര്യ ഹർജി അനവസരത്തിലുള്ളതായിരുന്നു എന്ന് തന്നെയാണ് എൻ്റെയും ഇൻ്റർപ്രിട്ടേഷൻ. കാര്യം ഞാൻ എൻ്റെ മൊഴി പൂർത്തിയാക്കിയില്ല, ഒന്നാമത്. രണ്ടാമത് ആ കോടതിയുടെ പരിധിയിലായിരുന്നില്ല യഥാർത്ഥത്തിൽ അതൊരു നിയമ നടപടിയുമായി മുമ്പോട്ട് പോകണമെങ്കിൽ ഫയൽ ചെയ്യേണ്ടിയിരുന്നത്. രണ്ടാമത് ഇതൊക്കെ എൻ്റേതാണ്, ഞാൻ ജുഡീഷ്യറി വിമർശിക്കുകയോ ഒന്നുമല്ല. എനിക്കതിൻ്റെ ഇതറിയില്ല. എനിക്ക് കിട്ടിയ ലീഗൽ ആയിട്ടുള്ള ഒരു നോളജ് ഞാൻ പറഞ്ഞതാണ്.
ഇങ്ങനെയുള്ള ഒരു എടുത്തുചാട്ടം ഇതിനെ പ്രതികൂലമായിട്ട് ബാധിച്ചു എന്നേ എനിക്ക് തോന്നുള്ളൂ. അല്ലാതെ നിയമം ഒരിക്കലും പിന്നെ ഇങ്ങനെയുള്ള കള്ളത്തരങ്ങൾ കണ്ടുപിടിക്കില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കോടതി സ്റ്റേ ആണ് ചെയ്തിരിക്കുന്നത്, അല്ലാതെ ആ വിധി എന്ന് പറയുന്നത് റദ്ദാക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. വിധി റദ്ദാക്കുകയല്ല ചെയ്തത്, വെറും 2 മാസത്തേക്കുള്ള സ്റ്റേ മാത്രമാണ്. ആ സ്റ്റേ വെക്കേറ്റ് ചെയ്യാൻ വേണമെങ്കിൽ ഡിവിഷൻ ബെഞ്ചിൽ ആർക്കെങ്കിലും പെറ്റീഷൻ കൊടുക്കാം അല്ലേ, അല്ലെന്നുണ്ടെങ്കിൽ സുപ്രീം കോടതിയിൽ പോകാം. ഇതിനുള്ള സാധ്യതകൾ ഇനിയും മുമ്പോട്ട് കിടപ്പുണ്ട്. ചിലപ്പം അതിന് മുന്നിട്ടിറങ്ങി ആരെങ്കിലും വരികയാണെങ്കിൽ അന്നും ഈ FIR അല്ലെങ്കിൽ അന്വേഷണത്തെ ഭയന്ന് ഇത്രയും, അതായത് അവർ ഉത്തരവാദിത്തപ്പെട്ടവരാണ്. തനിക്ക് മേൽ ചൂണ്ടപ്പെട്ട വിരൽ കള്ളമാണെങ്കിൽ കള്ളമാണെന്ന് തെളിയിക്കാനും സത്യമാണെങ്കിൽ അത് കണ്ടുപിടിക്കട്ടെ എന്ന് ചങ്കുറ്റത്തോടെ പറയാൻ ബാധ്യതയുള്ള 2 പേരാണ് ഈ FIR ഇട്ടതിനെ പേടിച്ച് രാത്രിക്ക് രാത്രി സ്റ്റേ പെറ്റീഷന് വേണ്ടി ഹൈക്കോടതിയെ സമീപിച്ചു. സരിതയോട് ഒരു കാര്യം ഡയറക്റ്റായിട്ട് ചോദിക്കുക, സരിതയ്ക്ക് പേടിയില്ലേ? എന്തിനു വേണ്ടി? എന്തെങ്കിലും തരത്തിലുള്ള അപായപ്പെടലിന് ഇരയാവും എന്ന പേടിയുണ്ടോ? അങ്ങനെയൊക്കെയുള്ള ഇത് ഇപ്പോൾ ഇങ്ങനൊരു തീരുമാനം എടുക്കുന്നതിന് ഒരു 2-3 ദിവസം മുമ്പ് രാത്രിയും പകലും ഇല്ലാതെ, ശരിക്കും പറയട്ടെ, ഈ കിട്ടാവുന്ന എല്ലാ ഫ്രണ്ട്സുമായിട്ടും ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ എന്താകും, അതായത് ഞാൻ കള്ളം പറഞ്ഞാൽ എന്താകും, സത്യം പറഞ്ഞാൽ എന്താകും എന്ന് 2 രീതിയിലുള്ള ഒപ്പീനിയൻ എടുത്തു. അതെ, ഒപ്പീനിയൻ എടുത്തു. അതിൽ 85% സത്യം പറയണം എന്നുള്ള ഒരു ഇതിലാണ് വന്നത്. 85%. അപ്പോൾ ആ 85% ആൾക്കാരുടെ പ്രാർത്ഥനയും സപ്പോർട്ടും എനിക്കുണ്ട്. ബാക്കിയുള്ള 15% ഞാൻ ഭയക്കുന്നില്ല. സരിത പറഞ്ഞു കുടുംബത്തോടൊപ്പം കുട്ടികളോടൊപ്പം സമാധാനമായിട്ട് ജീവിക്കലാണ് താല്പര്യം. തീർച്ചയായിട്ടും. ഒപ്പം ചാനലിലെ ജോലി മുതൽ സിനിമ വരെ പല മേഖലകൾ മുമ്പിൽ കണ്ടെത്തിയിട്ടുണ്ട്, തുറന്ന് കണ്ടെത്തിയിട്ടുണ്ട്. എന്താണ് സരിതയുടെ ഭാവിയെക്കുറിച്ചുള്ള ആഗ്രഹം? ഭാവി എന്ന് പറഞ്ഞാൽ ഇപ്പം 4 സിനിമകൾ അടുപ്പിച്ചിപ്പം വന്ന് നിൽക്കുന്നുണ്ട്, ക്യൂ നിൽക്കുന്നുണ്ട്. ഇനിയിപ്പം 4 സിനിമ ഇപ്പം പുതുതായിട്ട് പെട്ടെന്നൊരു സോളാർ എന്ന് പറഞ്ഞ ഒരു ഉപകരണമായിട്ട് തൽക്കാലം എനിക്ക് പോയാൽ അതൊരു ശരിയായ രീതി അത് വിജയിക്കില്ലെന്ന് പറഞ്ഞാൽ ആദ്യം എൻ്റെ ഒരു ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു ദൗത്യമാണ്. സോളാർ എന്ന് പറയുന്ന ബിസിനസ് അല്ല, പ്രോഡക്റ്റ് അല്ല മോശം, അത് കൈകാര്യം ചെയ്ത സ്ഥലങ്ങളാണ്, കൈകാര്യം ചെയ്യപ്പെട്ട രീതിയാണെന്ന് ഫസ്റ്റ് പബ്ലിക്കിനെ ഒന്ന് അവെയർ കൊടുത്തതിന് ശേഷം മാത്രമേ ബിസിനസ്സിലേക്ക് പോവുള്ളൂ. തീർച്ചയായിട്ടും. അത് എൻ്റെ 2.5 വർഷം മുമ്പത്തെ ഒരു പ്രതിജ്ഞയാണ്. തിരിച്ച് ഈ ബിസിനസ്സുമായി തന്നെ ഞാൻ ജീവിക്കും എന്നുള്ളത് അതെൻ്റെ ഒരു വാശിയാണ്. കാര്യം ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത്, ഏറ്റവും കൂടുതൽ പഠിച്ചത് ഈ എനർജിയെ പറ്റിയിട്ടാണ്. അപ്പൊ അത് ഇതൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ ഒരു തട്ടിപ്പ് കേസിൽ പെട്ടിട്ടുണ്ട്, ആ കേസിൽ ജയിലിൽ കിടന്നിട്ടുണ്ട്. ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. അങ്ങനെ ഒരു ഇതൊന്നുമില്ല. അതിന്റെ ആ പശ്ചാത്തലം എന്ന് പറയുന്നത് ഞാനൊരു കമ്പനിയുടെ അക്കൗണ്ട്, എന്റെ പേരിലുള്ള ഒരു കമ്പനിയുടെ അക്കൗണ്ട് ബിജു രാധാകൃഷ്ണനും ഫിറോസും യൂസ് ചെയ്തു എന്നുള്ളതാണ്. നിങ്ങൾക്ക് ആ ചാർജ് ഷീറ്റ് വായിച്ചു നോക്കാം. നിർദോഷിയാണ്. ഞാൻ ആ സമയത്ത് പ്രഗ്നന്റ് ആണ്. ആ സമയത്ത് പ്രസവിച്ചത്. അപ്പം ആ അന്നത്തെ കുറെ വിഷയങ്ങൾ ഒക്കെ നമ്മൾ അതിനകത്ത് കമന്റ് ചെയ്തിട്ട് കാര്യമില്ല. പക്ഷേ അത് കാര്യം ഞാൻ ഒരു കാര്യം ഉറപ്പായിട്ട് പറയുന്നു, അതിന്റെ പേരിൽ എനിക്ക് ഒരൊറ്റ സർക്കാർ ഏജൻസിയുമായി ബന്ധപ്പെടേണ്ട ഒരു പ്രോഡക്റ്റോ പ്രോജക്റ്റോ ഒന്നും അല്ലായിരുന്നു. ഞാൻ എങ്ങും പോയിട്ട് പോലുമില്ല. സത്യം പറഞ്ഞാൽ വീട്ടിൽ നിന്ന് ഹോസ്പിറ്റലിൽ നിന്ന് വീടെന്ന് പറഞ്ഞ് കഴിഞ്ഞ ഒരു സിറ്റുവേഷനിലാണ് എൻ്റെ ബാങ്ക് അക്കൗണ്ട് യൂസ് ചെയ്തതിൻ്റെ പേരിൽ ഞാൻ കടന്നത്. പക്ഷെ അവിടെ കുറച്ച് ബിജു രാധാകൃഷ്ണനും ഞാനും തമ്മിലുള്ള വളരെ വലിയ ഡിസ്പ്യൂട്ടുകൾ നിലനിന്നിരുന്ന കാലമായതുകൊണ്ട് എനിക്ക് കുറേയേറെ കാലം പിന്നെ എൻ്റെ അമ്മ ഒറ്റയ്ക്കായിരുന്നത് കൊണ്ടും അമ്മയ്ക്ക് വേറെ വരുമാനമൊന്നും ഇല്ലാത്തതുകൊണ്ടും 6 മാസത്തോളം ഞാനവിടെ കിടക്കേണ്ടി വന്നു. 1-2 കേസിന് എനിക്ക് ബെയിൽ മതിയായിരുന്നു. 5 കേസാണ് എനിക്കെതിരെ ഉണ്ടായിരുന്നത്. ഈ 14 കേസുകൾ എനിക്കെതിരെ ഇല്ലായിരുന്നു. ബിജു രാധാകൃഷ്ണനെതിരെയാണ് 14 കേസുകൾ രജിസ്റ്റർ ചെയ്തത്. 5 കേസുകളാണ് എൻ്റെ ബാങ്ക് അക്കൗണ്ട് യൂസ് ചെയ്തതിൻ്റെ പേരിൽ എനിക്ക് രജിസ്റ്റർ ചെയ്തത്. അതിൽ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് ഓരോ ചാനലുകളിൽ പൂനെയിലോ കൽക്കട്ടയിലോ എങ്ങാണ്ട് കേസുണ്ടായിരുന്നു. ആ കേസ് ഞാനില്ലാന്നും പറഞ്ഞത് റെഫർ ചെയ്ത് റിപ്പോർട്ടുണ്ട്. അപ്പോൾ സരിത ഈ വഴിക്ക് തന്നെ മുന്നോട്ട് പോവുകയാണ്. കേസ് തീർക്കും, കുടുംബവുമായിട്ട് സമാധാനമായിട്ട് ജീവിക്കും, അത്യാവശ്യം സിനിമകളിലൊക്കെ അഭിനയിക്കും എന്നാണ് ഇപ്പോഴത്തെ വിശ്വാസം. അതെ, കേസ് തീർക്കാൻ കുറേ സമയമെടുക്കും എന്നെനിക്കിപ്പോൾ അറിയാം. കാര്യം നേരത്തെ എൻ്റെ 2 വർഷത്തെ പ്രതീക്ഷ പോലെ അറ്റ് ആൻ ഇൻസ്റ്റന്റ് എല്ലാം തീർത്ത് എനിക്ക് കൈ കഴുകി ഇരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം നമ്മളിനിയും ഇങ്ങനെയുള്ള മാർഗങ്ങളിലൂടെ വരുമാന മാർഗങ്ങൾ പുതുതായിട്ട് കണ്ടെത്തി അതിൽ നിന്ന് ഏൺ ചെയ്തിട്ട് വേണം എൻ്റെ കേസുകൾ ഇനി തീർക്കാൻ. അപ്പം കുറച്ച് താമസം എന്തായാലും വരാം, അല്ലെങ്കിൽ അതുവരെ ഞാൻ കേസ് ഫേസ് ചെയ്യും എന്നുള്ളതാണ്. പിന്നെ എനിക്ക് ഒരു നിർദോഷിയായിട്ട്
തെളിഞ്ഞ് ഈ ബിസിനസ് നടത്തുകയും ചെയ്യും. തീർച്ചയായിട്ടും നിർദോഷി എന്ന് പറഞ്ഞാൽ ഞാൻ നിർദോഷിയാണെന്നുള്ളൊരു ഇത് ഞാൻ എടുക്കില്ല. കാര്യം ഞാൻ ഇതിനകത്ത് അങ്ങനെ ഞാൻ പറയില്ല. കാര്യം ഞാൻ ഇതിനകത്ത് പെട്ടുപോയിട്ടുണ്ട്, പിന്നെ ഞാൻ ഇതിന് കൂട്ടു നിന്നിട്ടുണ്ട്. അങ്ങനെ ഞാൻ വാങ്ങാൻ തയ്യാറാണ്. അത് ഫേസ് ചെയ്യും. ഞാൻ ഒളിച്ചോടില്ല. 100% ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അതെനിക്ക് ആ കാര്യത്തിൽ എനിക്ക് ഓഫർ ഒന്നും പറയാൻ പറ്റില്ല. കാര്യം ഇങ്ങനെ സംഭവിക്കുന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. അതിൽ ഒരു പ്രതീക്ഷയില്ലാത്തൊരു ലൈഫിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. റിസ്ക് ആണ് പ്രതീക്ഷിക്കുന്നുണ്ട്. അത് എന്ത് ഉത്തരവാദിത്വം ഒന്നും എനിക്ക് പറയാൻ പറ്റില്ല. അതൊക്കെ അന്നൊരു നല്ല മികച്ച പോലീസ് ടീം ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കണം എന്ന് വിചാരിച്ചാൽ കണ്ടുപിടിക്കും, കണ്ടുപിടിക്കേണ്ടെന്ന് വിചാരിച്ചാൽ കണ്ടുപിടിക്കേണ്ട. അതപ്പോൾ എനിക്ക് അങ്ങനെയുള്ള നീതി കിട്ടുമെന്ന് പറഞ്ഞ് ഞാൻ മരിക്കാനൊന്നും പോകുന്നൊരു വ്യക്തിയല്ല. പക്ഷേ അങ്ങനെ ജീവിക്കുമെന്ന് പറഞ്ഞ് ഒരു റിസ്ക് എടുക്കാതിരിക്കാൻ ഞാൻ തയ്യാറുമല്ല. ഈ റിസ്ക് ഞാൻ ഏറ്റെടുത്തു വിജയപ്രതീക്ഷയോടെ തന്നെ. തീർച്ചയായിട്ടും. വളരെയധികം നന്ദി.